ജമദഗ്നി മഹർഷി ഒരിക്കൽ ആശ്രമത്തിൽ വന്ന ഈ കാർത്തവീര്യാർജുനെയും സൈന്യങ്ങളെയൊക്കെ വളരെ ഭംഗിയായിട്ട് സൽക്കരിച്ചു. പെട്ടെന്ന് ഇത്രയധികം ആളുകളെ സൽക്കരിക്കാൻ എങ്ങനെ ഇദ്ദേഹത്തിന് സാധിച്ചത്? മഹാരാജാവിന് പോലും സാധിക്കില്ല. ഒരു മഹർഷിയാണ്, കാട്ടിലിരിക്കുന്നു, ഇത് എങ്ങനെ സാധിച്ചതെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ കാമധേനുണ്ട്, ഒരു പശുവുണ്ട് വിശേഷപ്പെട്ടിട്ടുള്ളത് എന്നറിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള പശുവുണ്ട്. എന്നാൽ അതൊക്കെ രാജാക്കന്മാർക്ക്, ഭരിക്കുന്നവർക്കല്ലേ മികച്ചതൊക്കെ, അങ്ങനെ രാജാക്കന്മാർക്കുള്ളതാണ്. അപ്പൊ അതിങ്ങോട്ട് തരാൻ പറയൂ. അദ്ദേഹത്തിന് അതിന് പകരം 10-100 പശുവിന് വേറെ കൊടുക്കാം. കാമധേനു ഉണ്ടെങ്കിൽ അഭീഷ്ടങ്ങളൊക്കെ എന്ത് സങ്കല്പിച്ചോ എല്ലാം സാധിക്കും. അതിനെ കൊടുത്തിട്ട് 100 പശുവിനെ കിട്ടിയിട്ട് എന്ത് പ്രയോജനം? അത് തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ ബലാത്കാരേണ കൊണ്ടുപോവുക. അതാണല്ലോ ഭരണകർത്താക്കൾക്ക് എന്തും ചെയ്യാലോ. രാജാവല്ലേ, രാജാവ് എന്ത് ചെയ്തു? ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ വന്നിട്ട് ഈ സൽക്കാരം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ പശുവിനെ തന്റേതാക്കണമെന്ന് തീരുമാനിച്ച് സൈന്യങ്ങളോട് പറഞ്ഞ് അതിന്റെ ആളുകൾ പോയിട്ട് ആ കാർത്തവീര്യാർജുനന്റെ ആളുകള് ബലാത്കാരേണ കാമധേനുവിനെ അപഹരിച്ചു കൊണ്ടുപോകാൻ ഉണ്ടായത്. ഇതറിഞ്ഞു പരശുരാമൻ അപ്പ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഈ വിവരം പറഞ്ഞപ്പോൾ പരശുരാമൻ പറഞ്ഞു, അത് സാരില്ല അച്ഛൻ, ഞാൻ പോയി ഇങ്ങോട്ടെന്നെ കൊണ്ടുവരാം. അതിനവര് തരുമോ? അവര് തന്നിട്ട് വേണം നമ്മുടെ പശുവിനെ കൊണ്ടുവരാൻ. നമ്മുടെ അല്ലേ പശു. അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ 17 അക്ഷൗഹിണി സൈന്യങ്ങളെല്ലാവരും കൂടി എതിർത്തതേ. അവരെയൊക്കെ കൊന്നു. എന്നിട്ട് കാമധേനുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മാത്രമല്ല കാർത്തവീര്യാർജുനെയും കൊന്നു. ഇതറിഞ്ഞപ്പോ ജമദഗ്നി മഹർഷിക്ക് വലിയ സങ്കടമായി. ഒരു മഹാരാജാവിനെ കൊല്ലുക എന്നുള്ളത് അരാജകത്വം വരും. അനേകം പ്രജകളെ സംരക്ഷിക്കുന്ന ഒരാളാണ്. ഇത് വലിയ പാപമാണെന്ന് ഈ ചെയ്തത്. അതുകൊണ്ട് ആ പാപം തീരാനായിട്ട് 1 വർഷക്കാലം തീർത്ഥാടനം ചെയ്തു വരാനായിട്ട് പറഞ്ഞു എന്നാണ്. തീർത്ഥാടനം ചെയ്തു വന്നു. പിന്നെ ഒരു സംഭവം ഉണ്ടായത്, ഈ രേണുക ജലമെടുക്കാനായിട്ട് ചെന്ന അവസരത്തില് ചിത്രരഥൻ എന്നൊരു ഗന്ധർവനെ കണ്ട് മോഹിച്ച് കുറച്ചു നേരം അവിടെ ഇങ്ങനെ മനസ്സുകൊണ്ടൊരു ആകർഷണം തോന്നി നിന്നു. ഇതറിഞ്ഞു ജമദഗ്നി മഹർഷി. അതുകൊണ്ട് അമ്മയെ കൊല്ലണം എന്നുള്ളതായി. ഉടനെ മക്കളോടൊക്കെ പറഞ്ഞു, ഇനി അവളെ വെക്കാൻ പാടില്ല. കാരണം മനസ്സാ വ്യഭിചരിച്ചു. മനസ്സുകൊണ്ട് മറ്റൊരു പുരുഷനിൽ ആസക്തി തോന്നിയാലോ. വാസ്തവത്തിൽ ഇത് ശരീരം കൊണ്ട് ചെയ്യുന്നതല്ല, മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ് കർമ്മം. വസിഷ്ഠ മഹർഷി ശ്രീരാമനോട് പറയുന്നുണ്ട്, മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ് കർമ്മം, ശരീരം കൊണ്ട് ചെയ്യുന്നതല്ല. വാസ്തവത്തിൽ മനഃകൃതം കൃതം രാമ ന ശരീരകൃതം കൃതം. അതുകൊണ്ട് മനസ്സുകൊണ്ട് വ്യഭിചരിച്ചു, അതുകൊണ്ട് അവളെ കൊല്ലണം. പക്ഷെ മക്കൾ അതിന് തയ്യാറായില്ല. അവസാനം പരശുരാമനോട് പറഞ്ഞു. പരശുരാമന് ഒഴിവടി ഉണ്ടായില്ല. അമ്മയും കൊന്നു, ഏട്ടന്മാരെയും കൊന്നു. വളരെ സന്തോഷമായി. നിനക്ക് എന്താണ് വരം വേണ്ടത് ചോദിച്ചു. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ്, വരം കിട്ടും എന്നുള്ള ഉറപ്പിലാണ്. പറഞ്ഞു, എൻ്റെ അമ്മയും ജ്യേഷ്ഠന്മാരെയും ഒക്കെ ഉടനെ ജീവിപ്പിക്കണം. ഞാനിങ്ങനെ കൊന്ന വാർത്ത അവർക്ക് ഓർമ്മയുണ്ടാവാൻ പാടില്ല പറഞ്ഞു. പിന്നെ വരം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അത് കൊടുത്തു. അത് സാധിക്കുന്നുള്ള ബലത്തിലാണ് പരശുരാമൻ ചെയ്തത്. പരശുരാമൻ അമ്മയെ കൊന്നിട്ടുണ്ടല്ലോ, പിന്നെ എനിക്ക് എന്താ കൊന്നുകൂടെ എന്ന് പറഞ്ഞാൽ അതിന് നിവൃത്തിയൊന്നുമില്ല. പക്ഷെ പരശുരാമൻ അറിയാം ഇത് ജീവിപ്പിക്കാൻ സാധിക്കുന്നുള്ള ആ ഒരു ബലത്തിലാണ്. അങ്ങനെ അവരെ ജീവിപ്പിച്ചു കൊടുത്തു. ഈ കാർത്തവീര്യാർജുനന്റെ മക്കളെല്ലാവരും കൂടെ വന്നിട്ട് ജമദഗ്നി മഹർഷിയെ കൊന്നു. കാരണം കാർത്തവീര്യാർജുനെ കൊന്നുവല്ലോ പരശുരാമൻ. ഈ അവസരത്തിലെ രേണുകാദേവി മാറത്തടിച്ച് നിലവിളിച്ചു എന്നുള്ളതാണ്. 21 തവണ അത്രേ തല്ലിയത്. അതാണത്ര 21 തവണ ക്ഷത്രിയ വംശം നശിപ്പിച്ചു എന്നുള്ളതാണ് പരശുരാമൻ. എന്നിട്ട് സമന്തപഞ്ചകത്തില് 9 രക്തഹൃതങ്ങൾ ഉണ്ടാക്കി യജ്ഞാദികളെ കൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തി സരസ്വതി നദിയിൽ അവഭൃത സ്നാനം ചെയ്ത് മഹേന്ദ്രപർവ്വതത്തില് തപസ്സിനായിട്ട് പോയി എന്നാണ് കഥ. അതായത് രാജാക്കന്മാര് പ്രജകളുടെ സമ്പത്തിനെ അപഹരിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്താ ഇവിടെ വ്യവസ്ഥിതി ഉണ്ടാവുക? ധർമ്മം ആചരിക്കേണ്ടവരും ആചരിപ്പിക്കേണ്ടവരുമാണ് ഭരണകർത്താക്കൾ. അവർ തന്നെ പ്രജകളുടെ സമ്പത്തിനെ അപഹരിക്കുന്നു. അതാണല്ലോ കാർത്തവീര്യാർജുനൻ ഈ കാമധേനുവിനെ അപഹരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. അങ്ങനെ വന്നാൽ അതിന്റെ ശിക്ഷ അനുഭവിക്കാതെ കണ്ടുവയ്യ. അവിടെയാണ് എവിടെ അധർമ്മം തലപൊക്കുന്നു, അവിടെയൊക്കെ ഭഗവാൻ അവതരിക്കേണ്ടി വരുന്നു. ഏതായാലും ആ കാലത്തുള്ള ഭരണകർത്താക്കളെല്ലാം ഏതാണ്ട് ഈ വിധത്തിലായിരുന്നു. അതാ 21 തവണ ക്ഷത്രിയ വംശത്തെ മുഴുവൻ കൊന്നൊടുക്കുകയാണ്. മഹാഭാരത യുദ്ധത്തിലും ഇതുപോലെ തന്നെയാണല്ലോ ഉണ്ടായത്. എത്ര രാജാക്കന്മാരെ കൊന്നൊടുക്കിയത്. കാരണം ഭരിക്കുന്നവരിൽ അധർമ്മം വന്നു ചേർന്നാൽ പിന്നെ രാജ്യത്തിന് അനർത്ഥമാണ്. അപ്പൊ അവരെ നശിപ്പിച്ചാലേ ധർമ്മത്തെ നിലനിർത്താനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ്. ശ്രീരാമാവതാരം ഇതുപോലെ തന്നെ
എന്തിനുള്ളതാണ് ശ്രീരാമന്റെ അവതാരം എന്ന് ചോദിച്ചാൽ രാവണനെ നിഗ്രഹിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമല്ല. മർത്യാവതാരസ്ത്യ മർത്യശിക്ഷണം രക്ഷോ വധായ ഇവന കേവലം വിഭോഹോ. രാവണനെ വധിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമല്ല, അതിനിപ്പോ ഇത്രയൊന്നും ആവശ്യമില്ല, ഭഗവാൻ സങ്കല്പിച്ചാൽ മതി. പക്ഷേ മർത്യാവതാരസ്ത്യ മർത്യശിക്ഷണം, മനുഷ്യന് പല കാര്യങ്ങളും മനുഷ്യനെ പഠിപ്പിക്കാനുള്ളതാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, രാമായണം പഠിച്ചാൽ മതി, ശ്രീരാമന്റെ കഥ പഠിച്ചാൽ മതി. കപ്പന്ഥ, എന്താണ് മാർഗം എന്ന് യക്ഷപ്രശ്നത്തിൽ മറുപടി പറഞ്ഞത് മഹാജനോ ഏനഗത സപന്ഥ തർക്കോപ്രതിഷ്ഠ ശ്രുതയോർ വിഭിന്ന നൈക്യോ ഋഷി യസ്യ മതം പ്രമാണം. അപ്പൊ വാദിച്ചിട്ട് ഇന്നത് ധർമ്മം ഇന്നത് അധർമ്മം എന്ന് പറയാൻ വിഷമമുണ്ട്. നമുക്കൊരു മഹർഷിയല്ല, അനേകം മഹർഷിമാരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നേ വഴിയുള്ളൂ, മഹാജനോ ഏനഗത സപന്ഥ. മഹാത്മാക്കൾ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ അനുകരിക്കുക, അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ ഈ ലോകത്തിന് മുഴുവൻ അനുകരിക്കാൻ യോഗ്യമായ വിധത്തിലായിരുന്നു ശ്രീരാമചന്ദ്രന്റെ ലീലകള് അഥവാ പ്രവൃത്തികളെല്ലാം തന്നെ, ഓരോന്നും. അല്ലാതെ രാവണനെ നിഗ്രഹിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരുന്നില്ല. ധർമ്മ ആചരണം കൊണ്ട് എല്ലാ മനുഷ്യരിലും ഉള്ള രാവണനെ വധിക്കാനാണ് ഭഗവാന്റെ അവതാരം. നമ്മുടെ ഉള്ളിലുള്ള കാമവും ക്രോധവും മോഹവും ഒക്കെയാണ് രാവണൻ. നമ്മുടെയൊക്കെ ഉള്ളിൽ രാവണന്മാരുണ്ട്. അതിനെ നിഗ്രഹിക്കുക എന്നുള്ളതായിരുന്നു ഈ അവതാരത്തിന്റെ ഉദ്ദേശം എന്നുള്ളതാണ്. ഇപ്പൊ സ്വതവേ ഗൾഫിൽ ജോലിയുള്ള ജ്യേഷ്ഠൻ നാട്ടിൽ വന്നപ്പോൾ അനുജന് സംഗീതത്തിൽ നല്ല ഭ്രമമുള്ള ആളാണ്. അതുകൊണ്ട് നല്ല ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ്, മ്യൂസിക് സിസ്റ്റം വളരെ വിലപ്പിടിച്ചത് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു. അനുജന് വളരെ സന്തോഷമായി. ഇപ്പോൾ ചില ഉപകരണങ്ങളുടെ ഒരു ബട്ടൺ ഒന്ന് മാറ്റിയാൽ മതി, ഏത് ഇൻസ്ട്രുമെന്റ് വേണമെങ്കിൽ അതിൽ വായിക്കാം. വയലിനാവാം, ഫ്ലൂട്ടാവാം, എല്ലാം ഉണ്ട്. അനുജൻ വളരെ സന്തോഷമായി. അത് കറണ്ടിൽ പ്രവർത്തിപ്പിക്കുന്നതാണ്. ഇത് കറണ്ടിൽ കുത്തി സ്വിച്ച് ഓൺ ചെയ്ത് അത് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. സ്വിച്ച് ഓൺ ചെയ്യേണ്ട താമസം, ഒരു പൊട്ടലും ചീറ്റലും ഒരു പുകയും. 40,000 ഉറുപ്പികയുടെ മ്യൂസിക് സിസ്റ്റം കത്തിച്ചാമ്പലായി. പക്ഷെ പേടിക്കാനില്ല, ഗ്യാരണ്ടി ഉണ്ട്, 1 year ഗ്യാരണ്ടിയാണ് കമ്പനിക്ക് എഴുതി. അപ്പൊ കമ്പനിക്കാരുടെ മറുപടി വന്നു, ഈ ഇൻസ്ട്രുമെന്റ് നിങ്ങൾ വാങ്ങിയപ്പോൾ അതിന്റെ കൂടെ ഒരു ഹാൻഡ് ബുക്ക്, ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന് ഒരു ബുക്ക് ഉണ്ടാവും. ഒരു മൊബൈൽ വാങ്ങിയാൽ പോലും ഒരു ഹാൻഡ് ബുക്ക് ഉണ്ടാവും. അത് വായിച്ചിട്ട് വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ. ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ അത് വായിക്കാതെയാണ് ഈ മ്യൂസിക് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തത് എന്നാണ്. കാരണം 6 വോൾട്ടിലാണ് അത് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്, നിങ്ങൾ 120 വോൾട്ടിലാണ് കുത്തിയിട്ട് സ്വിച്ച് ഓൺ ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമില്ല പറഞ്ഞു. അതായത് ഏതൊരു ഇൻസ്ട്രുമെന്റ് കിട്ടിയാലും അത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാൻ ചില ഹാൻഡ് ബുക്കുകൾ ഉണ്ടാവും, അതറിഞ്ഞിരിക്കണം. ഇപ്പൊ ഈ മനുഷ്യ ശരീരം ഉണ്ടല്ലോ, ഇത് വലിയൊരു ഇൻസ്ട്രുമെന്റാണ്, അത്ഭുതമായിട്ടുള്ളൊരു യന്ത്രമാണ്. അതെങ്ങനെ വിനിയോഗിക്കണം, അതെങ്ങനെയാണ് ഈ മനുഷ്യൻ ജീവിക്കേണ്ടത്, ഇതറിയണ്ടേ? അതിന് ചില ഹാൻഡ് ബുക്കുകളുണ്ട്. ആ ഹാൻഡ് ബുക്കുകളാണ് രാമായണം, ഭാഗവതം, ഗീത, ഉപനിഷത്തുകള്, എല്ലാം ഹാൻഡ് ബുക്കുകളാണ്. അതൊക്കെ പഠിച്ചിട്ട് വേണം ഒരാള് ജീവിതം ആരംഭിക്കാൻ. അതാണ് ബ്രഹ്മചര്യം കഴിഞ്ഞിട്ടാണല്ലോ ഗാർഹസ്ഥ്യമൊക്കെ. ആദ്യം അറിയണം ഞാൻ എന്തിനാ ജനിച്ചത്, എന്താണ് മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത്, എന്താ ഇപ്പൊ നമുക്ക് സാധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എത്ര ആൾക്ക് മറുപടി പറയാൻ പറ്റും? എന്താ നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? ആർക്കും അറിയില്ല. അക്ഷരമാലയിലത്തെ 2ാമത്തെ അക്ഷരം പറയും ആ എന്നുണ്ടല്ലോ, എന്നല്ലാതെ ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ. അങ്ങനെ വരാൻ പാടില്ല. അതിനാണ് ഈ ഹാൻഡ് ബുക്കുകൾ പഠിക്കുന്നത്. അപ്പൊ രാമായണം ഒന്ന് പഠിച്ചാൽ മതി. മുഖ്യമായിട്ട് ഗീതായജ്ഞയാണ് ഞാൻ പറയാറ്. ഭാസ്കരൻ നായർ പറഞ്ഞ ഏതാധ്യായ പറയണേ ചോദിക്കും, ഗീത അങ്ങനെ പ്രസിദ്ധമായി. എന്നാൽ എനിക്ക് ഭാഗവതവും രാമായണമൊക്കെ താല്പര്യമില്ലേ, വളരെ താല്പര്യമാണ്. ഇവിടെ തുടങ്ങിയ കാലത്ത് ആദ്യം എനിക്ക് ഗീതയെ തന്നത്. പിന്നെ ഞാൻ സ്വാമിജിയോട് പറഞ്ഞു, എനിക്ക് ഭാഗവതം തന്നാൽ മതി. കാരണം ഗീത എനിക്ക് ഇങ്ങനെ പറഞ്ഞ് അത് പരിചയം. ഭാഗവതം ആകുമ്പോൾ എനിക്ക് ഒന്നും കൂടെ പഠിക്കാൻ അവസരം കിട്ടുമല്ലോ. അപ്പോ ഇതൊക്കെ ജീവിതം എങ്ങനെയാണ്, എന്തിന് ജീവിക്കണം, ഇതറിയാനുള്ളതാണ്. അത് പഠിക്കണം നമ്മൾ. ഇപ്പൊ രാമായണം ഒന്ന് പഠിച്ചാൽ മതി. രാമായണം വായിക്കുമ്പോൾ തോന്നി എന്തിനാ ഗീത. ഗീതയിലെ ഓരോ അധ്യായങ്ങളിലെ സാരാംശം മുഴുവനെ രാമായണത്തിലെ ഓരോ സ്തുതികളിലോ ഉപദേശങ്ങളിലോ ഒതുക്കി വെച്ചിരിക്കാം. അത്ഭുതമാണ് നമ്മുടെ മഹർഷീശ്വരന്മാർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊന്ന് പഠിച്ചാൽ എങ്ങനെ ജീവിക്കണം എന്നറിയാൻ ഒരു വിഷമവുമില്ല. രാമവത് വ്യവഹർത്തവ്യം, ശ്രീരാമനെ പോലെ പെരുമാറാൻ പഠിച്ചാൽ മതി. കാരണം രാമോ വിഗ്രഹവാൻ ധർമ്മത്തിന്റെ മൂർത്തിയാണ് ശ്രീരാമചന്ദ്രൻ. എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, എന്താ ശ്രീരാമന്റെ മഹത്വം? മാതൃഭക്തി, പിതൃഭക്തി, സഹോദര സ്നേഹം, ഇന്ദ്രിയ നിഗ്രഹം, സദാചാരം,
സരളത, ഏകപത്നി വ്രതം, ഉദാരത, ശരണാഗത വാത്സല്യം, വിനയം, മധുരമായ വാക്ക്, എല്ലാം 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 ശ്രീരാമചന്ദ്രനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരാൾ എങ്ങനെയാണ് അച്ഛനമ്മമാരോട് പെരുമാറേണ്ടത്? രാമായണം വായിച്ചാൽ മതി. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ ഇതിന്റെ മഹത്വം? പ്രത്യക്ഷത്തിലുള്ള ഭഗവത് സ്വരൂപമാണ് അമ്മ. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ, നിർഗുണ നിരാകാര ബ്രഹ്മത്തെ നമ്മൾ എങ്ങനെ ഉപാസിക്കുക? വേണ്ട. വേദം പറയാണ്, അതാ ആ പരമാത്മാവ് അമ്മയുടെ രൂപത്തിൽ ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. പ്രത്യക്ഷമായിട്ട് കാണാം. ഭഗവാന്റെ കാരുണ്യം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചത് അമ്മയിലൂടെയാണ്. ആ അമ്മയെ നമസ്കരിക്കൂ, അമ്മയെ വേണ്ടതുപോലെ ആദരിക്കൂ, അമ്മയെ പൂജിക്കൂ. അത് ഭഗവത് സ്വരൂപമാണ്. അതാണ് മാതൃദേവോ ഭവ. അതുകൊണ്ടാണ് ശ്രീമാത്രേ നമ. ലളിതാ സഹസ്രനാമത്തിൽ ആദ്യം തന്നെ ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, ശ്രീമാത്രേ നമ, അമ്മയ്ക്ക് നമസ്കാരം, ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ന ഗായത്ര്യാത് പരോ മന്ത്രോ ന മാതുർ ദൈവതം പരം. ഗായത്രിയേക്കാൾ വലിയൊരു മന്ത്രമില്ല, അമ്മയേക്കാൾ വലിയൊരു ദൈവവും വേറെയില്ല എന്നുള്ളത്. ഇപ്പൊ ഗായത്രി ഉപാസന ചെയ്യാതെ ഒരാൾ എന്ത് ദാനധർമ്മങ്ങളോ പൂജാദികളോ എന്ത് ചെയ്തിട്ടും വിശേഷമൊന്നുമില്ല. ഗായത്രി ഉപാസന ചെയ്യണം. ക്ഷേത്രങ്ങളിലെ വിഗ്രഹത്തിന് ചൈതന്യം ഉണ്ടാകുന്നത് ശാന്തിക്കാരന്റെ തപശക്തിയാണ്. അദ്ദേഹം ഗായത്രി ജപിച്ച് ആ തന്റെ ചൈതന്യമാണ് വിഗ്രഹത്തിലേക്ക് ആവഹിക്കുന്നത്. അങ്ങനെയാണ് വിഗ്രഹത്തിന് ചൈതന്യം ഉണ്ടാകുന്നത്. പക്ഷെ ഉപാസന വേണ്ടേ? താൻ ജപിച്ച് ചൈതന്യം ഉണ്ടാക്കണ്ടേ? ആ ഗായത്രി ജപിക്കാതെ കണ്ട് മറ്റെന്ത് ചെയ്തിട്ടും വിശേഷമൊന്നുമില്ല. ഇതുപോലെ ഒരാൾ ഓഫീസിലേക്ക് പോകാൻ പുറപ്പെട്ടു, ഷോസ് ഇട്ടു, സോക്സ് ഇട്ടു, ടൈ ഒക്കെ കെട്ടി, ഷർട്ട്, റിസ്റ്റ് വാച്ച് എല്ലാം ഇട്ടു, ഡ്രൈവറോട് കാർ എടുക്കാൻ പറഞ്ഞു. ഡ്രൈവർ നിന്ന് പെരുങ്ങ, നീ കാർ എടുക്ക പോവാ, അല്ല അങ്ങ് പുറപ്പെട്ടിട്ട് പോരും. പുറപ്പെട്ടില്ല, ഇനി എന്താ പുറപ്പെടാനുള്ളത്? ഡ്രൈവർ പറഞ്ഞു, അങ്ങ് പാൻറ് ഇട്ടിട്ടില്ല പറഞ്ഞു. അപ്പോഴാണ് അയ്യേ, പിന്നെ എന്ത് പുറപ്പെടല? അതുപോലെയാണ് ഗായത്രി ജപിക്കാതെ കണ്ട് വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ന മാതുഹു ദൈവതമ്പരം, അമ്മയേക്കാൾ വലിയൊരു ദൈവവും വേറെയില്ല എന്നാണ്. പിതുശതഗുണം മാതാ ഗൗരവേണ തിരിച്ചതേ. അച്ഛനേക്കാൾ 100 ഇരട്ടി മഹത്വം ഒരമ്മയ്ക്കുണ്ട്. അത്രയേറെ കഷ്ടപ്പെട്ടിട്ടാണ് അമ്മമാര് മക്കളെ വളർത്തുന്നത്. അതുകൊണ്ടാണ് ഗയയിലെ ശ്രാദ്ധം കൂട്ടുമ്പോൾ അച്ഛനൊരു പിണ്ടം വയ്ക്കുമ്പോൾ അമ്മയ്ക്ക് 16 പിണ്ടം വയ്ക്കണം. അത് ഓരോന്നും അമ്മ ആ മക്കളെ വളർത്താൻ അനുഭവിച്ച ത്യാഗത്തെ വർണ്ണിക്കുന്നതാണ്. 104 ഡിഗ്രി പനിയുണ്ട്, പനിച്ചു വിറയ്ക്കുന്നുണ്ടെങ്കിലും അമ്മ വയ്യെങ്കിലും ഭക്ഷണമൊക്കെ പാകം ചെയ്ത് വെക്കും, വയ്യെങ്കിൽ അവിടെ കിടക്കും. ഉച്ചയ്ക്ക് കുട്ടി ഓടി വന്നു, എന്താ അമ്മ കിടക്കണത്? അല്ല, പണിയൊക്കെ ഒരുങ്ങിയപ്പോൾ ഒന്ന് കിടന്നോന്ന് മാത്രം. വയ്യെങ്കിലും എഴുന്നേറ്റവന് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തു. പിന്നെ നിൽക്കാൻ വയ്യ, തലചുറ്റൊന്നു കിടന്നു. കുട്ടി ഊണ് കഴിച്ച് ഓടിപ്പോയി. ആ പ്ലേറ്റ് എടുക്കണ്ടേ, അത് എച്ചിലായിട്ട് വെക്കാൻ പറ്റുമോ, കഴുകണ്ടേ? എഴുന്നേറ്റപ്പോൾ തല കറങ്ങി അവിടെ തന്നെ കിടന്നു. പക്ഷെ തനിക്ക് വയ്യാന്ന് മകനോട് പറഞ്ഞില്ല. കാരണം അവനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അവന് പഠിപ്പിൽ ഒരു ശ്രദ്ധ കുറവ് വരണ്ട. അപ്പൊ തനിക്ക് തീരെ വയ്യെങ്കിലും അമ്മമാരൊക്കെ എങ്ങനെ എഴുന്നേൽക്കാതെ കണ്ടിരിക്കുക? മക്കൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഇത് വല്ലതും മക്കളെ ചിന്തിക്കുന്നുണ്ട്? ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം കഷ്ടങ്ങളാണ്. ചിലപ്പോൾ കല്യാണം കഴിച്ച് 1-2 വർഷം കഴിഞ്ഞുള്ള 4 ചെയിനും കൂടെ വിറ്റ് വെള്ളം കുടിച്ചിട്ട് ഭർത്താവ് അയാളെ വഴിക്ക് പോയി, ഒരു വിവരവുമില്ല. ഈ 2-3 കുട്ടികളെയും തന്നിട്ടുണ്ടെങ്കിൽ അവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി അടുത്ത വീടുകളിലെ വീട്ടുജോലികൾ ചെയ്ത് തനിക്ക് കിട്ടിയാൽ ഒന്നും കഴിക്കാതെ എൻ്റെ മക്കൾക്ക് വല്ലതും കൊടുക്കണ്ടേ വിചാരിച്ച് അവർക്ക് കൊണ്ടുവന്ന് കൊടുത്ത്, അങ്ങനെയൊക്കെയാണ് പണ്ട് കാലത്തൊക്കെ. താൻ നല്ലൊരു ജാക്കറ്റ് പോലും ധരിക്കില്ല, കാരണം തൻ്റെ കുട്ടിക്ക് കൊടുക്കാനില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്താ മക്കൾക്ക് ചെയ്യാൻ സാധിച്ചത്? ഒന്നും സാധിച്ചില്ല. ആ പിണ്ടം വയ്ക്കുമ്പോൾ അങ്ങനെയുള്ള അമ്മയ്ക്ക് വേണ്ടി ഒന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ. മാതൃപിണ്ഡം ദദാമ്യഹം. ഇതാ ഈ പിണ്ടച്ചോറ് ഞാൻ അങ്ങ് അമ്മയുടെ പാദത്തിൽ വയ്ക്കുന്നു. ചിലപ്പോൾ കുട്ടിക്ക് വയറ്റുന്ന് പോയിട്ട് 4 ദിവസമായി, അമ്മയ്ക്ക് പരിഭ്രമായി, വേഗത്തിൽ പുറപ്പെട്ടു. എങ്ങനെയെങ്കിലും ഒരു വൈദ്യരെ കൊണ്ടുപോയി കാണിക്കാം എന്ന് വിചാരിച്ചാൽ ഉള്ളൊരു പട്ടുസാരി ഉള്ളത് അതെടുത്തു കൊടുത്തു. കുട്ടിയെ എടുത്ത് ഒക്കത്ത് വെച്ചപ്പോൾ അപ്പോഴാണ് വയറ്റുന്ന് പോയത്. ആ നല്ല പട്ടുസാരിയിൽ ഹെയ് അയ്യേ നല്ല അമ്മയുടെ സന്തോഷം എത്രയാ! അവന്റെ വയറ്റിന്ന് പോയല്ലോ, പാവം 4 ദിവസമായി അവൻ കഷ്ടപ്പെടുന്നു. തന്റെ സാരി നാശായി എന്നുള്ളതല്ല, അങ്ങനെ എന്തൊക്കെ ത്യാഗം അനുഭവിച്ചു ആ അമ്മയ്ക്ക് വേണ്ടി എന്താ ഞാൻ ചെയ്തത്? ഇതാ മാതൃപിണ്ഡം ദദാമ്യഹം, ഈ പിണ്ടച്ചോറ് ഞാൻ തരുന്നു. അത്രയേറെ അമ്മയുടെ മഹത്വം. അതാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത്, ആസ്താം താവതിയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാച സംവത്സരി ഏകസ്യാപിന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ധാതും നിഷ്കൃതി ഉന്നതോപി തനയ തസ്യൈ ജനന്യൈ നമഃ. എത്ര യോഗ്യനായ മകനായാലും അമ്മ അനുഭവിച്ച ത്യാഗം ഓർക്കുമ്പോൾ അതിനൊരു പ്രത്യുപകാരം ചെയ്യാൻ ഒരു മകനും സാധ്യമല്ല എന്നുള്ളതാണ്.
ആ പ്രസവ സമയത്ത് അമ്മ അനുഭവിക്കുന്ന വിഷമം എത്രയാണ്, അതിനൊരു ഉപമയില്ല. ചിലപ്പോൾ ഡോക്ടർ ചോദിക്കും അമ്മ വേണോ കുട്ടി വേണോ ചോദിക്കും. ചിലപ്പോൾ ആദ്യത്തെ പ്രസവത്തിൽ തന്നെ അമ്മയും കുട്ടിയും നഷ്ടപ്പെട്ട സംഭവം നമുക്കറിയാം. ഗർഭം ധരിക്കുന്ന ദിവസം മുതൽ എന്തെല്ലാം ദുഃഖങ്ങൾ, നൈരുച്യം, തനുശോഷണം. ഭക്ഷണം കഴിക്കണമെന്നുണ്ട്, പക്ഷെ ഭക്ഷണത്തിൽ രുചിയില്ല, ശരീരം ഇങ്ങനെ ക്ഷീണിച്ചു വരുന്നു. എന്തൊക്കെ കഷ്ട. എന്തിന് 10 മാസം ഗർഭം നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ ഒരമ്മ ഒരു ഉമ്മറപ്പടി കടക്കാൻ പെടുന്ന പാഠം ആലോചിച്ചാൽ അതിന് പോലും പ്രത്യുപകാരം ചെയ്യാൻ ഉന്നതോപി തനയ, എത്ര യോഗ്യനായ മകനായാലും സാധ്യമല്ല ആ അമ്മ ചെയ്ത ഉപകാരത്തിനൊരു പ്രത്യുപകാരം ചെയ്യാൻ. അങ്ങനെയുള്ള അമ്മയുടെ പാദത്തിൽ ഞാനിതാ നമസ്കരിക്കുന്നു. ശങ്കരാചാര്യസ്വാമികളാ പറയുന്നത്. ശങ്കരാചാര്യസ്വാമികളെ പോലെയുള്ള ഒരു മകന് പോലും അമ്മയ്ക്ക് പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? അതാണ് അമ്മയുടെ മഹത്വം. എത്രയെന്ന് പറയാൻ വയ്യ. പക്ഷേ ഇതൊന്നും മക്കൾക്ക് ഓർമ്മയില്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അമ്മമാരോട് പെരുമാറുന്നത് കണ്ടാൽ അമ്മയെന്ന് വരെ വിളിക്കാൻ നാണമാണ്, തള്ളയെന്നാണ് മിക്കവാറും. കോളേജിലൊക്കെ എത്തിയാൽ പിന്നെ അമ്മയില്ല. തള്ള ഞാനൊരു ചവിട്ടങ്ങിട്ട് തന്നാൽ. ഇതൊക്കെ കാണുന്നു, കേൾക്കുന്നു, പത്രത്തിൽ വായിക്കണില്ലേ? വയസ്സായ മുത്തശ്ശീനെ തൊഴുത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടു. ഇന്നൊന്നലേറ്റ പത്രത്തിൽ അതും വായിച്ചു വേറെന്ന്. ആരെ ഈ ചെയ്യുന്ന പെറ്റ അമ്മയെ, ആ അമ്മയിൽ ഈശ്വരനെ കാണാതെ ഏത് അമ്പലത്തിലോ ഏത് ആശ്രമത്തിൽ പോയാലോ അവന് ഈശ്വരനെ കാണാൻ സാധിക്കുക? ആലോചിച്ചു നോക്കൂ. പറയുക മാത്രമല്ല, അമ്മയുടെ മേല് കൈ വെക്കുന്ന മക്കളില്ലേ? ദേഷ്യം വന്നപ്പോൾ കൊടുത്തു അമ്മയെ ഒരടി. ഇവരെ വളർത്താൻ വേണ്ടി പട്ടിണി കിടന്ന് എല്ലും കോലുമായിട്ടുണ്ട്. ആ അമ്മയുടെ എല്ലുമ്പിൽ തട്ടിയപ്പോൾ എന്റെ കൈ വേദനിച്ചു. അയ്യോ എന്റെ കയ്യെ പറഞ്ഞു. കൈ ഉളുക്കി അടിച്ചിട്ട് ഈ എല്ലുമ്പ് തട്ടിയിട്ട് അമ്മയ്ക്ക് സങ്കടമായി. അമ്മ ലായലെടുത്ത് എണ്ണയൊക്കെ തേച്ച് ചൂടാക്കിയിട്ട് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. മോന് തല്ലുമ്പോ എല്ലില്ലാത്ത സ്ഥലം നോക്കി തല്ലിക്കൂടെന്നാണ്. അപ്പോഴും തല്ല് നിർത്തണ്ട. അത്രയും മകന്റെ കൈ വേദനിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമില്ല. എന്തൊക്കെ കഷ്ടങ്ങളാണ് അമ്മ അനുഭവിക്കുന്നത്. പ്രസവം കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ നരകാണ്. പിന്നെ ഒരു കൊല്ലക്കാലം ഊണും ഉറക്കമില്ല അമ്മയ്ക്ക്. 2 മണിയായി, 2:30 മണിയായി, 3 മണിയായി, പണി ഒരുങ്ങിയിട്ട് ഭക്ഷണം ഉണ്ട്, കഴിക്കാൻ നേരം വേണ്ടേ. കുട്ടിയെ കിടത്തി ഉറക്കി ആ ഊണ് കഴിക്കാൻ വേണ്ടി ഉരുള വായിലെത്തിയില്ല. അപ്പളേക്ക് കുട്ടിയുടെ നിലവിളി കേട്ടു. ആ ചോറ് അവിടെ ഇട്ടു, കൈ കഴുകി ഓടിച്ചൊന്നു. നോക്കുമ്പോ കളഭത്തിൽ ആറാടി ഇങ്ങനെ കളിക്കുകയാണ് ആ ഉണ്ണി. പിന്നെ അവനെ കുളിപ്പിച്ച് ഉടുപ്പൊക്കെ മാറ്റി നേരത്തെ ഊണ് കഴിക്കാൻ പറ്റുമോ? കിടന്നുറങ്ങാൻ പറ്റുമോ? രാത്രി 11 മണിയായി. രാവിലെ 4:30 മണിക്ക് ഇട്ടതാണ്. പണി ഒരുങ്ങിയിട്ടില്ല, പാത്രം കഴുകിയിട്ടില്ല. ഒയ്യ എനിക്ക് ഒന്ന് നട്ടല് നിവർത്തി ഒന്ന് കിടക്കണമായിരുന്നു. 2 സിസേറിയനൊക്കെ കഴിഞ്ഞതാണ്. അങ്ങനെ പാത്രമൊക്കെ കൊട്ടത്തളത്തിലിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. രാവിലെ കഴുകാം നേരത്തെ പോയി കിടന്നപ്പോൾ പകല് മുഴുവൻ ഉറങ്ങിയിട്ടുള്ള ഉണ്ണി രാത്രി 12 മണിക്കാ കളിക്കാൻ കണ്ട സമയം. നീ അവിടെ കിടന്ന് കളിച്ചോ, ഞാൻ ഉറങ്ങട്ടെ പറയാൻ പറ്റുമോ അമ്മയ്ക്ക്? ആ കുട്ടിക്ക് ശ്വാസം മുട്ടോ വല്ലതുമാണെങ്കിൽ പറയണോ കഥ? അമ്മ എടുത്തും കൊണ്ട് നടക്കുക. എത്രയാ കഷ്ടം അനുഭവിക്കുന്ന അമ്മമാര്. ആ അമ്മമാർക്ക് വേണ്ടി എന്താ മക്കൾക്ക് ചെയ്യാൻ സാധിച്ചത്? ഒന്നും സാധിച്ചില്ല. എന്നിട്ട് എന്തെല്ലാം വിധത്തിലാണ് അവരോട് പെരുമാറുന്നത്. കഷ്ടം തോന്നുന്നു നമുക്ക്. ചില ചീത്ത വാക്കുകളൊക്കെ അമ്മമാരെ വിളിക്കുന്നത് കേട്ടാൽ അമ്മയാണ് വിളിക്കുന്നത്. ഡിക്ഷണറിയിൽ പോലും കാണാത്ത വാക്കുകളാ വിളിക്കുക. അമ്മയ്ക്ക് അലോഗ്യമില്ല. നീ എന്തു വേണമെങ്കിൽ വിളിച്ചോ, പക്ഷെ പുറമേ ഒരാളുള്ളപ്പം മോനെ നീയ ഇങ്ങനത്തെ വാക്കൊന്നും പറയരുത്. കാരണം അവരെന്ത് കരുതും എൻ്റെ കുട്ടിയെക്കുറിച്ച്. പക്ഷെ പറഞ്ഞു പരിചയമുള്ളവൻ എപ്പോഴും പറയും. ഭേദപ്പെട്ട 2-3 ആള് വീട്ടിലെന്തിനോ വന്നപ്പോൾ ഇവന് ദേഷ്യം വന്നപ്പോൾ ആ തള്ളേനെ വിളിച്ച ചില വാക്കുകളുണ്ട്. അമ്മ എങ്ങനെ ചൂളാണ്. ഇവര് അത്ഭുതപ്പെടുത്തി എന്തത് അമ്മേനെങ്ങനെ വിളിക്കണേ വിചാരിച്ചാൽ അവര് അമ്മ ആകെ ചൂളിപ്പോയി. ഇവര് പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ മോനെ നീ അവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനത്തെ വാക്ക് എന്നെ പറഞ്ഞുവല്ലോ. നിനക്കറിയോ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും നീ ഈ മുലപ്പാല് കുടിച്ചിട്ടാ പോവാ. എല്ലാവരും കളിയാക്കും, എന്നാലും അവൻ അത് വേണം എന്ന് നീ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനത്തെ വാക്ക് പറഞ്ഞുവല്ലോ. അപ്പോഴേക്ക് ഇവന്റെ ദേഷ്യം തള്ളക്ക് എപ്പോഴും ഉണ്ട് ഒരു പാലിന്റെ കണക്ക്. എത്ര ലിറ്റർ പാലുണ്ടായത് കാശ് ഇതാ പിടിച്ചോളൂ. അമ്മയുടെ പാല് ലിറ്റർ കണക്കാക്കിയിട്ട് കടം വിട്ടാന്ന് വിചാരിക്കുന്നു മകൻ. ആലോചിച്ചു നോക്കൂ. അത്ര പോലും അമ്മയുടെ മഹത്വത്തെക്കുറിച്ച് അറിയാത്ത മക്കള്. അച്ഛൻ ചിലപ്പോ കുരുത്തം കെട്ട മകനെ അടിച്ച് പുറത്താക്കാൻ നട്ടപ്പാതിരിക്ക് കയറി വരും. വേറെ പണിയൊന്നുമില്ല. ഇവന്റെ പ്രായക്കാരെ അധ്വാനിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇവൻ എന്താ പണി? സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടാ വരാ. ഇവിടെ ഒരുത്തി വിളമ്പി കൊടുക്കാനും. നീ ഒരുത്തിയാണ് ഇവനെ നശിപ്പിക്കുന്നത്. അടിച്ച് പുറത്തിറക്കുക. ഇനി ഇവിടെ പട്ടി കയറുന്നത് കാല് ഞാൻ തല്ലുപിടിക്കും. എവിടെ വെച്ചാൽ പോയിട്ട് കഴിക്കട്ടെ. ഇവര് വേറെ എന്താ പണി? ഇല്ലെങ്കിൽ സന്ധ്യയാകുമ്പോൾ വീട്ടിൽ വന്നൂടെ? സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാണ്. കാരണം ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഇവനെ ആരാ നോക്കുക? ഇവരെന്ത് കണ്ടിട്ടാണ് ഈ നടക്കണത്? 10-27 വയസ്സായി തെക്ക് വടക്ക് നടക്കുക. എന്തെങ്കിലും ജോലി ചെയ്യരുത്. അടിച്ച് പുറത്തിറക്കി അമ്മയ്ക്ക് താക്കിയ നീ ഒരുത്തിയാ നശിപ്പിക്കണത്. ഇനി ഇവന് വല്ലതും കൊടുത്തു എന്നറിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കൊടുക്കുമോ? പക്ഷെ അമ്മയ്ക്ക് ഊണ് കഴിച്ചാൽ ഇറങ്ങോ? 8 മണി 8:30 മണിയായപ്പോൾ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ച് പണിക്ക് നിൽക്കണ രാമൻകുട്ടിയോട് പറഞ്ഞു, ഈ പോയി നോക്ക, കുഞ്ഞൂട്ടൻ അവിടെ 3 കൂടി അടുത്ത് എവിടെയെങ്കിലും നിൽക്കണുണ്ടാവും. പാവ അവൻ ഉച്ചയ്ക്കും കൂടി കഴിച്ചിട്ടില്ല.
ഉമ്മറത്ത് കൂടെ വരണ്ട, അവിടെ അച്ഛനുണ്ട്, ഇവിടൊക്കെ ഇല്ലിപ്പടി അമ്മ തുറന്നു വെച്ചിട്ടുണ്ട്, അതേ വന്നാൽ മതി പറയാം. അടുക്കളയിലൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. രാമൻകുട്ടി ചെല്ലുമ്പോൾ അവൻ 3 കൂടി എടുത്തൊന്നല്ല, വടക്കേ പടിയുടെ അടുത്ത് അവനറിയാം ഉണ്ണാറായ അമ്മ വിളിക്കുന്നു. ഇല്ലിപ്പടി തുറന്ന് അവൻ വന്നു, അടുക്കളയിൽ ഊണ് കഴിക്കുന്നു. ഉമ്മറത്ത് അമ്മയും അച്ഛനും കൂടെ വഴക്ക്, നീ ഒരുത്തിയാണ് അവനെ വഷളാക്കുന്നത്, ഇനി ഇവിടെ നിന്നെങ്ങാനും വല്ലതും കൊടുത്തു എന്ന് അറിഞ്ഞാൽ നിന്നെയും ഞാൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. അപ്പൊ ഈ അമ്മ ഉമ്മറപ്പടിമ്പിൽ നിൽക്കുക, എന്തിനാ ഇയാളകത്ത് കടക്കരുതാ, പറ്റോ ഊണ് കഴിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കൊടുക്കുവോ എന്നും പറഞ്ഞിട്ട് അവിടെ നിൽക്കുക. അതാണ് അമ്മ. എത്ര ഗുരുത്തം കെട്ട മകനാണെങ്കിലും മകൻ ഗുരുത്തം കെട്ടുമെന്നൊരമ്മ പറയോ? അവന് വളരെ ചീത്ത സമയം. ആ പണിക്കര് പറഞ്ഞു, കണ്ടകശനി 24 വയസ്സ് വരെ കണ്ടകശനിയാ ഇവനെ തകരാറാക്കിയത്. അല്ലെങ്കിൽ ഇവിടുത്തെ കൂട്ടുകെട്ടൊക്കെ വളരെ മോശമാണ്, ഇവനെ കൊണ്ടാണ് നാട് മുഴുവൻ ചീത്തയാവണത്. എന്നിട്ട് അമ്മ പറയാ കൂട്ടുകെട്ട് മോശമാണ്. അല്ലാതെ തന്റെ മകൻ ചീത്തയാണെന്ന് ഒരമ്മയ്ക്ക് പറയാൻ ഇഷ്ടമില്ല. അതാണ് അമ്മ. പക്ഷേ ഇതാരാ ഓർക്കണേ? കല്യാണം കൂടെ കഴിച്ചാൽ പിന്നെ പറയാൻ വേണ്ട. പിന്നെ തലണ്ണ മന്ത്രം തുടങ്ങി, അമ്മയും മരുവോളും തമ്മിൽ യുദ്ധമായി. അമ്മയുടെ സമ്പ്രദായം ഒന്നും ഭാര്യയ്ക്ക് ഇഷ്ടാവണില്ല. പാവം പട്ടിണിയും പാടുമായിട്ടാ മക്കളെ വളർത്തിയത്. അങ്ങനെ അമ്മയ്ക്ക് വയ്യാതെ കണ്ടായി, വാദത്തിന്റെ ഉപദ്രവമുണ്ട്. 5 മണിക്ക് നീട്ടിൽ ഇവന് കഞ്ഞി കുടിക്കണം, ചോറ് പാത്രത്തിലാക്കണം, വയ്യ, നീ നിന്റെ കല്യാണം കഴിക്കാൻ, എന്റെ കാര്യമെങ്കിലും നോക്കാൻ ഒരാളാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് കല്യാണം കഴിപ്പിച്ചത്. അപ്പൊ ഇവർക്ക് വല്ലതും പറയാണ്ടെങ്കിൽ പറഞ്ഞോട്ടെ പറഞ്ഞു. പെൺകുട്ടിയെ കണ്ടപ്പോളേ അപ്പൊ പെൺകുട്ടി ചോദിച്ചത്, വീട്ടിൽ ആരുണ്ട്? വീട്ടിൽ അമ്മയുണ്ട്. അമ്മയുണ്ടല്ലോ, എനിക്ക് സമ്മതം. അതായത് അമ്മായിയമ്മണ്ടല്ലോ, വെച്ചൊരുക്കി തരാം, എനിക്ക് ഇനി സുഖമല്ലേ, ഏട്ടൻ വന്നാൽ ഞങ്ങള് ബീച്ചിൽ പോകും, സിനിമയ്ക്ക് പോകും. ഇതൊക്കെ വിചാരിച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിൽ വന്നാലത്തെ കഥ എന്താ? കല്യാണം കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞാൽ കൊളക്കടവിലും ദീപാരാധനയ്ക്ക് തൊഴാൻ നിൽക്കുമ്പോഴൊക്കെ സ്ത്രീകളുടെ സംസാര വിഷയം, അല്ല അമ്മൂട്ടിയെടുത്ത് എങ്ങനെയുണ്ട്, മരുവളൊക്കെ എങ്ങനെയുണ്ട്, ഇത് ചോദിക്കാത്തൊരു രാജ്യമുണ്ടോ? അപ്പോഴേക്ക് അമ്മൂട്ടി അമ്മയുടെ കണ്ണ് നിറഞ്ഞു, ഒന്നും പറയണ്ട ചൂട്ടി, എന്റെ തലയിലെഴുത്തെന്ന് പറഞ്ഞാൽ പോരെ. എത്ര ആലോചന വന്നത്, എങ്ങനെ ഒന്ന് തന്നെ വന്നു പെട്ടുവല്ലോ. 8 മണിക്കാണ് അവൾ നീട്ടു വരിക. അതിന്റെ മുമ്പേ പല്ല് തേക്കാണ്ട് ഒരു കാപ്പി കുടിക്കുക, അത് ഇവൻ അവിടെ കൊണ്ടേ കൊടുക്കും. എന്തോ ഒരു പേരുണ്ട് അതിന്. ഇനി നീട്ട് വന്നാൽ അടുക്കളയിലേക്ക് വരിക, കുളിക്കുക, ഇമ്മർത്ത് പോയിട്ട് പേപ്പർ നോക്കി നിൽക്കുക. ഞങ്ങളുടെ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പൊ എന്തായി, 5 മണിക്ക് നീക്കാൻ വയ്യാത്ത ഞാനിപ്പോ 4 മണിക്ക് നീക്കണം. അവൻ കഞ്ഞി കുടിച്ചു പോകും, അവക്ക് കഞ്ഞൊന്നും പറ്റില്ല, പലഹാരം വേണം. ആയിക്കോട്ടെ, ഞാൻ ഇരുന്നോടത്തോളം ഇരിക്കില്ലല്ലോ, ഒന്നും പറയിപ്പിക്കാണ്ട് കഴിയണം എന്നുണ്ട്. എന്നാ എൻ്റെ ചൂട്ടി ഒരു നന്ദിയുണ്ടോ? ഒരു തവണ ദോശയുടെ വക്ക് പൊട്ടി, അവൾ അത് ചുരുട്ടി എൻ്റെ മുഖത്തേക്കേറെ, ഇത് ദോശയാണ്. ഞാനൊരക്ഷരം വേണ്ടിയ ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരുത്തനെ അവിടെ നിൽക്കുന്നുണ്ട്, വല്ലതും പറയണ്ടേ. അന്ന് മുതൽ അമ്മ അങ്ങനെ ഉരുകാണ്. ആലോചിച്ചു നോക്കൂ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ. അങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കല്യാണമൊക്കെ കഴിഞ്ഞു അല്ലേ, സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോ ഒന്നും പറയണ്ട ചങ്ങാതി, കല്യാണം വേണ്ടായിരുന്നില്ല, ഒന്നും വേണ്ടായിരുന്നില്ല. എന്ത് പറ്റി? എന്റെ ഭാര്യ അമ്മയും തമ്മിൽ ഒരു യോജിപ്പുമില്ല. അവള് പറയാ, അമ്മയെ ഒന്നെങ്കിൽ ഇവിടുന്ന് പറഞ്ഞയക്കുക, ഇല്ലെങ്കിൽ നമ്മൾ വേറെ റൂം എടുത്ത് താമസിക്കാം, വീടെടുത്ത് താമസിക്കാന്ന്. ഞാൻ കുടുങ്ങിപ്പോ. അയാൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം, ആ അമ്മ നിങ്ങളെ വളർത്തിയത് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ആ അമ്മയുടെ ശാപം കുരുത്തക്കേട് വാങ്ങിയ 7 ജന്മം നമുക്ക് ഗതി കിട്ടില്ല. ഇവൾ ഇന്നലെ കയറി വന്നവളാ, അവളോട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോളാൻ പറയാ. തനിക്കറിയാം അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, എന്താ ചെയ്യാ, 2 ആളി ഒഴിവാക്കാൻ വയ്യല്ലോ. പിന്നെ വേറൊരു ചങ്ങാതി നേരെ മറിച്ചാ പറഞ്ഞത്, അതെ ഈ തള്ളാർക്ക് 60 കഴിഞ്ഞ ഒരു ചൊറിയാ, തോന്നി ഏത് പറയും, മിണ്ടാണ്ട് അവിടെ ഇരിക്കാൻ പറയാം, നമുക്ക് ഇനി ഇവളുടെ കൂടെ ജീവിതം മുഴുവൻ കഴിയേണ്ടത്. നന്നായില്ലേ? എന്നാൽ ഇവരെ യോജിപ്പിച്ച് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചാൽ അതൊരു കാലത്ത് യോജിക്കില്ല. രാവിലെ ചട്ടിനി അരച്ചത് കുറച്ച് ബാക്കി വന്നപ്പോൾ അമ്മ പാവം നാളികേരം അരച്ചതല്ലേ കളയണ്ടല്ലോ വെച്ചാൽ അത് കൂട്ടാലിൽ ഒഴിച്ചു. അത് മരുവൾക്ക് ഇഷ്ടമായില്ല. അപ്പോഴേക്ക് തള്ള അത് കൂട്ടാലിൽ കൊണ്ടുപോഴിച്ചു. ചട്ടിനിയാ കൂട്ടാലിൽ ഒഴിക്കുക. എന്താ കഷ്ടം, ഇങ്ങനെ കിട്ടി തുടങ്ങി വൈരം. ഇവരെ യോജിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ മകൻ കൂട്ടിയാൽ കൂടുമോ? ഒന്ന് അമ്മയാണോ ഒന്ന് ഭാര്യയാണ്. ഇവർ യോജിക്കില്ലല്ലോ. ഒന്ന് മദർ, എം എന്നുള്ളതിന്റെ കാല് കിഴപ്പട്ടാണ്, W വൈഫിന്റെ കാല് മേപ്പട്ട. ഇതെങ്ങനെ യോജിക്കാം? ഒരു കാലത്തിൽ യോജിക്കാം. നടുക്ക് നിൽക്കണം മകൻ, സൺ, പകുതി വായ അങ്ങടും പകുതി ഇങ്ങടും. അമ്മ പറയണതും കേൾക്കണം, ഭാര്യ പറയണതും കേൾക്കണം. നരകായി. അതുകൊണ്ട് അമ്മയുടെ മഹത്വം അറിയണില്ല. ഭഗവത് സ്വരൂപമാണ് അമ്മ. അമ്മയുടെ ശാപം ഏറ്റെടുക്കരുത്. അമ്മമാര് ശപിക്കില്ല, പക്ഷെ അമ്മമാരുടെ മനസ്സ് വേദനിച്ചാൽ ആ മനോവേദന ശാപമായിട്ട് മക്കളെ പിന്തുടരും. ഈ ജന്മല്ല, അടുത്ത ജന്മം നമ്മുടെ പിന്തുടരും. അതുകൊണ്ട് ആര് ശപിച്ചാലും നമുക്ക് രക്ഷയുണ്ട്. സർവേഷാമേവ ശാപാനാം പ്രതിഘാതോ ഹി വിദ്യത്തെ. ആര് ശപിച്ചാലും അതിന് പ്രായശ്ചിത്തം ചെയ്യാം. നതു മാത്രാഭിശപ്താനാം മോക്ഷക്വചന വിദ്യത്തെ. അമ്മയുടെ മനസ്സ് വേദനിച്ചാൽ അത് ശാപരൂപത്തെ പിന്തുടരും, അതിന് പ്രായശ്ചിത്തമില്ല. അതുകൊണ്ട് അമ്മയെ വേദനിപ്പിക്കരുത്. പെറ്റ അമ്മമാർക്ക് ആഹാരം കൊടുക്കാത്ത മക്കൾ എത്രയുണ്ട്? പത്രത്തിൽ നമ്മൾ ദിവസേന വായിക്കുന്നു.
അറിയില്ല മാതൃദേവോഭവ എന്നതിൻ്റെ കറുത്തൊക്കെ എത്ര വലിയതാണ്. അതാണ് ശ്രീരാമചന്ദ്രൻ ഒരിക്കലും കൈകേയി മാതാവിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? 3 അമ്മമാരെയും ഒരുപോലെ നമസ്കരിക്കുമായിരുന്നു ശ്രീരാമചന്ദ്രൻ. ലക്ഷ്മണനോട് പറഞ്ഞു, ഭരതനോട് പറഞ്ഞു, അമ്മയെ നീ കുറ്റപ്പെടുത്തരുത്, ഈ വനവാസം എന്റെ ഇച്ഛയായിരുന്നു. അതാണ് ശ്രീരാമചന്ദ്രൻ. 3 അമ്മമാരെയും ഒരുപോലെ നമസ്കരിക്കും. കൈകേയി മാതാവിനോട് പറഞ്ഞത്, അമ്മ എന്നോടുള്ള വാത്സല്യം കൊണ്ടല്ലേ ഈ 2 വരം വാങ്ങിയത്. രാജ്യം ഭരിക്കാൻ ഭരതൻ ശക്തനാണ്. മാത്രമല്ല എന്ത് തലവേദനയെ രാജ്യം ഭരിക്കാൻ പറഞ്ഞാൽ, ഞാൻ ശിശുകാലായി ആഗ്രഹിക്കുന്നു, കാട്ടിൽ പോകണം, മഹാത്മാക്കളെ കാണണം, മഹർഷിമാരെ കാണണം, ആ കാടിന്റെ ശോഭയൊക്കെ ആസ്വദിക്കണം. അതിനമ്മ എന്നെ അനുഗ്രഹിക്കല്ലേ ചെയ്തത്. ആലോചിച്ചു. ആ ഭരണം നഷ്ടപ്പെട്ട് വനവാസത്തിന് പോകേണ്ടി വരുമ്പോൾ യാതൊരു വിഷമവുമില്ല, ആ അമ്മയെ നമസ്കരിക്കുന്നു. അതുകൊണ്ട് മാതൃദേവോഭവ ഇത് ലോകത്തിന് കാണിച്ചു തരികയാണ് ഓരോരോ അവതാരം. അതുപോലെ പിതൃദേവോഭവ, അച്ഛനെ അതുപോലെ തന്നെ. നീയൊരുത്തൻ കാരണമാണ് അച്ഛനിങ്ങനെ നിലവിളിക്കാനെന്ന് കൈകേയി മാതാവ് പറഞ്ഞപ്പോ എന്താ അമ്മ പറയണത്? ഞാൻ കാരണം അച്ഛൻ നിലവിളിക്കുകയെ വിഷമിക്കുകയെ, അച്ഛന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്, എന്തു വേണം ഞാൻ ചെയ്യാൻ തയ്യാറാണല്ലോ. അമ്മ ഇനി പറയരുത്, എന്താ ഞാൻ ചെയ്യേണ്ടത്, എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നാണ്. അഹം ഹി വചനാതിരാജ്ഞ പതേയമഭിപാവകെ. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ തീയി ചാടണം എന്ന് പറഞ്ഞാൽ തീയി ചാടും. ഭക്ഷയേഹം വിഷം തീക്ഷണം. കാളകൂട വിഷം കുടിക്കണം എന്ന് അച്ഛൻ പറഞ്ഞ ആ നിമിഷം ഞാൻ കുടിക്കും. പതേയമഭിചാർണവേ, സമുദ്രത്തിൽ ചാടണം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ ചാടും. എന്താ അമ്മ പറയണത്? ഞാൻ കാരണം അച്ഛൻ വിഷമിക്കേ, അച്ഛനു വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു കാര്യം മാത്രമേ എനിക്ക് പറ്റാത്തതുള്ളൂ, നാസ്തി ശക്തി പിതൃവാക്യം സമതിക്രമിതം മമ. അച്ഛന്റെ വാക്കിനെ ലംഘിക്കാൻ മാത്രം എനിക്ക് സാധ്യമല്ല. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. എന്താ വേണ്ടത് പറഞ്ഞോളൂ. അതാണ് ശ്രീരാമചന്ദ്രൻ. അച്ഛനെ കുറ്റപ്പെടുത്തിയില്ല. ലക്ഷ്മണൻ പറഞ്ഞു, അതേ ഏട്ടൻ വിഷമിക്കൊന്നും വേണ്ട, കാരണം കൗസല്യ മാതാവിന്റെ ദുഃഖം കണ്ടപ്പോൾ അച്ഛനെ പിടിച്ച് കെട്ടിയിടുക, ആരാ എതിർക്കണ സകലെണ്ണത്തിനും ഞാൻ കൊല്ലും, നമുക്ക് പട്ടാഭിഷേകത്തിന് വേണ്ട ഏർപ്പാട് ചെയ്യാം, അത് നടത്താൻ ഇന്ന് എനിക്ക് ത്രാണിയുണ്ട്. ലക്ഷ്മണൻ പറയാം. ലക്ഷ്മണൻ കുറച്ച് ചൂടന രജോഗുണാണ്. ശ്രീരാമൻ ഒരു മന്ദഹാസത്തോടു കൂടി ലക്ഷ്മണനെ ഉപദേശിക്കുന്നു. ലക്ഷ്മണോപദേശം അതൊന്ന് വായിച്ചാൽ പോരെ ഒരു മനുഷ്യൻ. എത്ര മഹത്തരമാണ്, ആലോചിച്ചു നോക്കൂ. അതാണ് ലക്ഷ്മണ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അച്ഛനെ അനുസരിക്കലാണ് നമ്മുടെ കടമ. നിനക്കിതിനൊക്കെ ശക്തിയുണ്ട്, എന്നോട് സ്നേഹമുണ്ട്, എനിക്കറിയാം. എന്നിട്ട് എന്ത് വിശേഷം? ഈ കാണുന്ന എന്തെങ്കിലും നിലനിൽക്കുന്നതാണോ? രാജ്യമോ സമ്പത്തോ ദേഹമോ? അച്ഛനെ പിടിച്ച് കെട്ടിയിട്ട് നമ്മൾ പട്ടാഭിഷേകമൊക്കെ കഴിച്ച് അടുത്ത നിമിഷം നെഞ്ഞത്ത് വേദന തുടങ്ങി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഹാർട്ട് അറ്റാക്കായി ആൾ ക്ലോസ് ആയി കഴിഞ്ഞില്ലേ കഥ. എന്തിനാ ഈ മഹാപാപം ചെയ്യണത്? അതുകൊണ്ട് ഓർക്കുക, അച്ഛനമ്മമാരെ വേദനിപ്പിക്കരുത്. അവരെ നമസ്കരിക്കുക, അവരെ അനുസരിക്കുക, അവരെ ശുശ്രൂഷിക്കുക, അവരെ സന്തോഷിപ്പിക്കുക. കാരണം പിതൃദേവോഭവ, പ്രത്യക്ഷത്തിലുള്ള ഭഗവത് സ്വരൂപമാണ് പിതാവ്. എന്തെല്ലാം കഷ്ടം അനുഭവിച്ചിട്ടാണ് മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് അച്ഛന്മാരെ ഓടി നടക്കല്ലേ, എത്ര കഷ്ടപ്പെടുന്നു. ആ അച്ഛൻ്റെ ത്യാഗത്തെക്കുറിച്ച് മക്കൾ ചിന്തിക്കണ്ടേ? ആ അച്ഛനമ്മമാരെ അനുസരിക്കാതെ കണ്ട്, അവരെ വേണ്ടതുപോലെ പ്രീതിപ്പെടുത്താതെ കണ്ട് പിന്നെ ആരെ പ്രീതിപ്പെടുത്തിട്ട് എന്ത് വിശേഷം? ഏതാനും വർഷങ്ങൾ മുമ്പ്, 10-14 വർഷം മുമ്പാണ് പുട്ടപർത്തിയിൽ അച്ഛനും അമ്മയും ഒരു മകനും കൂടെ ചെന്നു. ആകുരുത്തം കെട്ട മകനാണ്. അപ്പോൾ സത്യസായി ബാബയെ കണ്ടാലെങ്കിൽ ഇവന്റെ ബുദ്ധി നേരെ വിണയിച്ചിട്ട് പോയതാ. അവർക്ക് ഇന്റർവ്യൂ കിട്ടി. അവര് ബാബയെ നമസ്കരിച്ചു, അച്ഛനമ്മമാര്. അത് കഴിഞ്ഞ് മകൻ നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ ബാബ പിന്നാക്കം മാറി, പാദ നമസ്കാരം കൊടുത്തില്ല. അപ്പൊ അച്ഛനും അമ്മയും നിലവിളിക്കാൻ തുടങ്ങി. ബാബ പറഞ്ഞു, അച്ഛനമ്മമാരെ അനുസരിക്കാത്ത മക്കൾക്ക് ഞാൻ പാദ നമസ്കാരം കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പൊട്ടിയങ്ങോട്ട് കരഞ്ഞു. അച്ഛനും അമ്മയൊന്നും പറഞ്ഞിട്ടില്ല, പറയാതെ തന്നെ ഭഗവാൻ എന്റെ സ്വഭാവം മനസ്സിലാക്കി എന്നുള്ളതാണല്ലോ. അവൻ കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇനി അച്ഛനെ അമ്മയെ അനുസരിച്ചോളാം എന്ന് പറഞ്ഞു. എന്നാൽ നീ ആദ്യം അവരെ നമസ്കരിക്കുക പറഞ്ഞു. ആദ്യം അവരെ നമസ്കരിപ്പിച്ചു. എന്നിട്ട് ബാബ പാദ നമസ്കാരം കൊടുത്തു. അതായത് അച്ഛനമ്മമാരെ ആദരിക്കാത്ത മക്കളെ ദൈവം പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അച്ഛനമ്മമാർക്ക് എന്ത് കൊടുക്കണം നമ്മൾ ചിന്തിക്കാം. നമ്മൾക്കും ഇതുപോലെ ഒരു വാർദ്ധക്യം വരും, അച്ഛനോ അമ്മയായിട്ട് മാറുമ്പോൾ നമ്മളെ മക്കൾ നോക്കണ്ടേ? അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുന്നു അതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അച്ഛനമ്മമാരെ വേണ്ടതുപോലെ ശുശ്രൂഷിച്ചാൽ അതുപോലെയുള്ള സ്നേഹം നമുക്ക് കിട്ടും. ഞാൻ പറയും, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് സന്താന ഭാഗ്യമില്ലാത്ത എത്രയോ ദമ്പതികളുണ്ടല്ലേ, അവർക്ക് മക്കളുണ്ടാവാൻ ഒരു എളുപ്പവിദ്യ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. സ്വകാര്യമാണ്, അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ദ്രോഹിച്ചാൽ മതി, നിങ്ങളെ ദ്രോഹിക്കാൻ മക്കളുണ്ടാവും, ഉറപ്പാ. ദ്രോഹിക്കണമെന്നല്ല, അവരെ സ്നേഹിച്ചാൽ മതി, നമ്മളെ സ്നേഹിക്കാൻ മക്കളുണ്ടാവില്ലേ? അച്ഛന് 2 ആൺമക്കള്, അമ്മ മരിച്ചുപോയി. ചെറിയ ആള് ഇവിടെ നാട്ടിലാണ്, വലിയ ആള് ബോംബെയിലാണ്.
അച്ഛന് വല്ലാതെ വാർദ്ധക്യമായി കിടപ്പില, ആകെ നിരാശയായി. തന്നെ ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും ആരും ഇല്ലപ്പോഴേ ഭാര്യ മരിച്ചുപോയി. പിന്നെ മകന്റെ ഭാര്യയാണ്. മകന്റെ ഭാര്യയ്ക്ക് എത്ര ഉണ്ടാവും ഇപ്പോൾ അച്ഛനോട്? ഭർത്താവിനോട് സ്നേഹമില്ലാത്ത കാലം, പിന്നെ ഭർത്താവിന്റെ അച്ഛനോട് സ്നേഹം ഉണ്ടാവും. ചായ വല്ലതും ആയോ? ചായ വല്ലതും. അച്ഛനെ എവിടെയും പോകാനൊന്നുമില്ല, ഞാൻ ഓഫീസിൽ പോകാനുള്ളവരൊക്കെ പറഞ്ഞയക്കട്ടെ. അത് ഭർത്താവിനെയും കുട്ടികളെയൊക്കെ പറഞ്ഞയച്ചാൽ ആ ചായച്ചണ്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ കാരണവർക്ക് പാവം എവിടെയും പോകാനില്ല, ചെറു ചൂടുവെള്ളം കുടിക്കണ്ടേ. അങ്ങനെ എത്ര എത്ര കുടുംബങ്ങൾ അങ്ങനെ ഏതാണ്ട് രോഗമായി ചികിത്സയായി മരിക്കാറായി എന്ന് വന്നപ്പോൾ ഏട്ടനെ വിളിച്ചു വരുത്തും. ഏട്ടൻ ഇവിടെ വന്ന് വെള്ളമൊക്കെ കൊടുക്കും. ഇത് മരിക്കാറായി, അവിടെ മരിക്കണമൊന്നുമില്ല. പിന്നെ ലീവ് കഴിയുമ്പോൾ പോവും. ഇങ്ങനെ 3-4 തവണ വന്നു. ഇതിപ്പോൾ മരിക്കണ ലക്ഷണമൊന്നുമില്ല. ഏട്ടൻ പറഞ്ഞു, കാര്യം പനിയാ, എനിക്കിങ്ങനെ എപ്പോഴും ലീവ് എടുത്ത് വരാനൊക്കെ പറ്റുമോ? അവിടെ ഭാര്യയും കുട്ടികളൊക്കെ അല്ലേ, ഞാൻ എത്ര വെച്ചിട്ട് അതിപ്പോൾ ഒന്നും ആവണ ലക്ഷണമില്ല. കാരണം ഒരു കേൾക്കുക, ഇതൊന്നും ആവണ ലക്ഷണമല്ല. അപ്പൊ കുറ്റമല്ല, നമ്മുടെയൊക്കെ അവസ്ഥ ഇതന്നെ. കുറച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അയാൾക്ക് മരിക്കണമെന്ന് മോഹണ്ട, മരിക്കാൻ പറ്റുമോ? അവസാനം ഇപ്പം എന്താ ചെയ്യുക? രാത്രി സ്വകാര്യമായിട്ട് ഏട്ടനും അനിയനും കൂടി ഒരു പ്ലാൻ ചെയ്തു. എനിക്ക് തോന്നണത് അനിയ, നമ്മളിപ്പോൾ ഇതിപ്പോൾ എത്ര കാലം വെച്ചിട്ട് അനിയനും മടുത്തു നോക്കിയിട്ടേ നമുക്ക് അച്ഛനെ കാശിയിലേക്ക് കൊണ്ടുപോകുക, ഗംഗാസ്നാനം ചെയ്താൽ നല്ല കാര്യമല്ലേ എന്ന് പറയുക. അങ്ങോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് നല്ലൊരു കടവില്, ഒഴുക്കുള്ളൊരു കടവില് അങ്ങോട്ട് ഇറക്കിയിട്ട് വിടുക. അതിന് അച്ഛൻ സമ്മതിക്കുമോ? അതൊക്കെ സമ്മതിപ്പിക്കാം. പിന്നെ പിറ്റേ ദിവസം പറഞ്ഞു, അച്ഛനിങ്ങനെ വയ്യായത കൂടി വരികയല്ലേ, ആ കാശിയിൽ പോയിട്ട് ഗംഗയിലൊക്കെ കുളിച്ചാൽ എത്ര നല്ലതാ, അതൊക്കെ കുറെ ചെലവല്ലേ മക്കളെ. അതൊന്നും അച്ഛൻ പറയരുത്. അച്ഛന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ എന്തിനാ മക്കളാന്ന് പറഞ്ഞ് നടക്കണത്? അച്ഛൻ സമ്മതിച്ചു. അവസാനം ഇവർ കൊണ്ടുപോയി. എന്താച്ചാ ഈ ബാധ ഇങ്ങോട്ട് ഒഴിവാക്കാനാ ആ ഗംഗാനദിയിൽ ഒരു കടവിൽ കൊണ്ടേ ഇറക്കാൻ നേരത്തെ അച്ഛൻ പറഞ്ഞു, മക്കളെ ഇതിനേക്കാളും നല്ലത് ഇതിന്റെ മീതൊരു കടവുണ്ട്, അതാണ് ഒന്നും കൂടെ നല്ലത്. അപ്പൊ ഇവർക്ക് പേടിയായി. അച്ഛന് മനസ്സിലായി, അല്ല അവിടെ കുറച്ചും കൂടെ ഒഴുക്കുണ്ട്, ഞാൻ എൻ്റെ അച്ഛനെ അവിടെ ഒഴുക്കിയതാ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴേക്കും അച്ഛന് മനസ്സിലായി. കാരണം അച്ഛൻ തൻ്റെ അച്ഛനെ അവിടെ കൊണ്ടുപോയി ഒഴുക്കിയത്. അപ്പൊ നമ്മൾ കൊടുത്തു വെച്ചതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പൊ അച്ഛനമ്മമാരിൽ ഈശ്വരഭാവം കാണാൻ ഇതൊക്കെ ശ്രീരാമന്റെ കഥ പഠിക്കൂ. ആചാര്യ ദേവോ ഭവ, അതിഥി ദേവോ ഭവ. ഓരോന്നും നോക്കിക്കോളൂ. അതിഥികൾ വരുമ്പോ എങ്ങനെ പെരുമാറണം, അതൊക്കെ ശ്രീരാമനിലെ നാരദര് വന്ന അവസരത്തിൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയും കൂടെ എഴുന്നേറ്റ് അവരെ സ്വീകരിക്കുന്ന എത്ര ഭംഗിയായിട്ട് രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് നമസ്കരിച്ചു ശ്രീരാമനെ. ഈ നാരദരെ കണ്ടപ്പോ എഴുന്നേറ്റ് നമസ്കരിച്ച് പറഞ്ഞു, എന്റെ ജന്മം ഇതുകൊണ്ട് സഫലമായി. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ട് നാരദരെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. ഒരു അതിഥി വീട്ടിൽ വന്നാൽ അതിഥി ദേവോ, ഭഗവാൻ തന്നെയാണ് അതിഥിയായിട്ട് വന്നതെന്ന് സങ്കല്പിക്കണം. സീതാദേവിയോടുകൂടി എഴുന്നേറ്റ് കാൽക്കൽ വീണ് നമസ്കരിച്ച് വേണ്ടതുപോലെ പൂജകളെല്ലാം ചെയ്ത് അങ്ങ് വന്നതുകൊണ്ട് എൻ്റെ ജന്മം സഫലമായി, എൻ്റെ കൊട്ടാരം പരിശുദ്ധമായി അങ്ങയുടെ പാദസ്പർശം കൊണ്ട് എന്നൊക്കെ വളരെ വിനയപൂർവ്വം പറഞ്ഞു. അദ്ദേഹത്തെ ഇരുത്തി. നാരദര് പറഞ്ഞതിന് ശേഷമാണ് ശ്രീരാമചന്ദ്രനെ ഇരിക്കുന്നത്. അങ്ങനെ വേണം നമ്മൾ. വീട്ടിലൊരു അതിഥി വന്നാൽ നമ്മൾ എഴുന്നേറ്റ് സൽക്കരിച്ച് അവരെ ഇരുത്തി, അവരെ ഇരിക്കാൻ പറഞ്ഞിട്ടേ നമ്മളിരിക്കാൻ പാടൂ. ഇത് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാതെ നമ്മൾ കസാലയം വന്ന് നീക്കാതെ വരിക ഇരിക്കുക, വേണമെങ്കിൽ കാലമുണ്ട് ആ കസാലയാണ് നീക്കി കൊടുക്കുക. രാവണൻ അതാ ചെയ്തത്. ഇതേ നാരദര് രാവണന്റെ അടുത്ത് ചെന്നപ്പോ രാവണൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റില്ല. അതാണ് രാമനും രാവണനും വ്യത്യാസം. പീഠം തന്റെ കാലുകൊണ്ട് നീക്കി ഇരിക്കാൻ പറഞ്ഞിട്ട് നാരദര് മനസ്സിൽ വെച്ച് അത്രയ്ക്ക് ആയല്ലേ നീ, എന്തൊക്കെ വിശേഷം ചോദിച്ചു. എന്താ വിശേഷം? എവിടെ ചെന്നാലും അങ്ങയെക്കുറിച്ചുള്ള സ്തുതിയുള്ളൂ. രാവണന്റെ ഭരണം എല്ലാവർക്കും വളരെ ഇഷ്ടം. എല്ലാവരും അങ്ങയുടെ മഹത്വം അങ്ങനെ പറഞ്ഞാലല്ലേ സന്തോഷാവും. നാരദര് 3 ലോകത്തിലും പോണ ആളാണ്. പിന്നെ എന്താ എല്ലാ കാലത്തും ഈ മന്ദബുദ്ധികളെ, അത് സാരമില്ല. ഇപ്പൊ വിവരമില്ലാത്തവരെന്തെങ്കിലും പറഞ്ഞാൽ അത് കാര്യാക്കണ്ട. അപ്പൊ ആരോ എന്തോ പറയണു, അതെന്താ, ആരാ പറഞ്ഞത്, എന്താ പറഞ്ഞത്, അല്ല അതിപ്പോ ഞാൻ അങ്ങയുടെ മുഖത്ത് നോക്കി പറയാ, അതെന്താ അത്ര ഗൗരവമുള്ളതാണ്. അല്ല ഞാൻ പറയാനാ വന്നത്. കാരണം എന്താ ഇപ്പൊ സാരമില്ല, അപ്പൊ വിവരമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ സാരമില്ല എന്ന് വെക്കാം. പക്ഷെ നാളെ ഇന്ന് ആരാളറിയേ. അപ്പൊ അതുകൊണ്ട് അവനൊരു അടക്കം വെക്കന്നെ വേണ്ടത്. ആരാ എന്താ പറഞ്ഞാൽ പറയൂ. അല്ല അതിപ്പോ ഞാൻ എങ്ങനെ അങ്ങയുടെ മുഖത്ത് നോക്കി പറയാ, എന്തായാലും മുഷിയരുതാ ഞാൻ പറയാന്നൊക്കെ പറഞ്ഞ അവസാനം പറയാണ്, എന്താ ഒരു വാനരൻ അങ്ങയെക്കുറിച്ച്. വാനരനോ? എന്താ പറഞ്ഞത്? പുല്ലൂദശാസ്യനും തുല്യവും എന്നു ചൊല്ലും അവൻ തടവിൽ ശിവ ശിവ ശിവ. രാവണനും പുല്ലും എനിക്ക് തുല്യ. പുല്ല് വിലയണ രാവണൻ.
ഒരു വാനരനെ ബാലിയെ കൊണ്ടാ പറഞ്ഞത്. സാരമില്ലെങ്കിലും ഇത്തരം അഹങ്കാരമുണ്ടാകയാൽ സത്വരം പാരം പ്രസിദ്ധമായി തീരുന്നതിൽ മുമ്പേ കാര്യമവനോടു ശൗര്യം വരിക്കണം. സാരല്ല പോട്ടെ, വിവരല്ലായാണ്. പക്ഷെ നാളെ ഇത് നാലാളറിയില്ലേ, മോശല്ലേ? അപ്പൊ അവനൊരു പാഠം പഠിപ്പിക്കണ്ടേ? രാവണൻ ഇത് കേട്ടപ്പോ കലി കയറി. തന്നെ കുറിച്ച് ഒരു വാനരൻ എന്താ ചിത്രമഹോ നമുക്കൊരു ശത്രുവുണ്ടായതും ചിത്തമതിൽ ഓർക്കുന്നേരം സത്രപനാകുന്നു. എനിക്കൊരു ശത്രു ഉണ്ട് എന്നറിയുമ്പോ തന്നെ ലജ്ജയാവുക. ഞാനാരാ? മത്തദിഗ്ഗജങ്ങളുടെ മസ്തകം പിളർക്കും മൽക്കര ബലം തടുപ്പാൻ മർക്കടൻ ആളാമോ? ദിഗ്ഗജങ്ങളുടെ മസ്തകം അടിച്ചു പിളർക്കുന്ന രാവണന്റെ കരബലം തടുക്കാൻ ഒരു വാനരനോ? എവിടെ അവൻ? കാണിച്ചു ഒരു ഇപ്പൊ തന്നെ അവന് അതന്നെ വേണ്ടത്. കൂട്ടിക്കൊണ്ടുപോയി ഭാര്യയോട് നേരത്തെ പറഞ്ഞു, ഞാൻ ഒരുത്തൻ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലിയുടെ വാലുമ്പ് കൊണ്ടേ കുടുക്കി എന്തൊക്കെ നരകം അനുഭവിച്ചു. എന്താ കാരണം? ഒരു അതിഥി വന്നാൽ എങ്ങനെ സൽക്കരിക്കണം എന്നറിയണ്ടേ? നമ്മൾക്കൊക്കെ ഒരു ശാസ്ത്രവും പഠിച്ചിട്ടില്ലെങ്കിലും നമുക്കറിയാം വീട്ടിലൊരാൾ വന്നാൽ എങ്ങനെ പെരുമാറണമെന്ന്, അല്ലേ? നമ്മൾ എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ആ അതിഥിയോട് സന്തോഷത്തോടു കൂടി പെരുമാറും. ചിലപ്പോൾ വീട്ടിൽ വഴക്കും വക്കാണൊക്കെ ആയിട്ട് ഇരിക്കാവും. ഭാര്യയും ഭർത്താവും കൂടെ കലഹം കൂടി ഉന്തും തിരക്കുമായി തല്ല് രണ്ട് കൊടുത്തു. അവസാനം അവളപ്പളേക്ക് 100 കേട് പറയും. ഇയാൾക്ക് കലി കയറി കൊടുവാളെടുത്ത് കൊത്തി ഞാൻ കൊല്ലും തന്നെയാണ്, എന്നിട്ട് ഞാൻ ഗവൺമെന്റ് ചെലവിലായിട്ട് കഴിയും എന്നൊക്കെ പറഞ്ഞു. അതായത് ജയിലിൽ പോയിട്ട് അത്ര ദേഷ്യം വന്നു അയാൾ ചെയ്യും, അത്ര ചൂടന. ഇവളാണെങ്കിൽ വയലനാവ് അങ്ങനത്തെ. അങ്ങനെ കൊടുവാളെടുത്തപ്പോൾ ഗേറ്റ് തുറക്കണോ ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ പരിചയമുള്ള ഒരാള് കൊടുവാള അവിടെ വെച്ചു. വരാ ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളുടെ കാര്യം. സരോജം ധാരാ വന്നിരിക്കണം നോക്ക്. ഇപ്പൊ പറഞ്ഞ കാര്യം നമുക്കറിയാം. അയാൾ വരുകൊണ്ട് കൊത്തും കൊലയും നടന്നില്ല, എല്ലാം മാറ്റി അല്ലേ? മുഖത്തൊക്കെ ശരിയായി. അയാൾ വന്നിരുന്നു. അപ്പോഴേക്ക് സരോജം വന്ന് ഭർത്താവിന്റെ കസേലയുടെ പിന്നിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം. എപ്പോഴും നിങ്ങളുടെ കാര്യം പറയുന്നത് ഇപ്പൊ പറഞ്ഞ് നാവും കൊണ്ട് എടുത്തിട്ടേ ഉള്ളൂ. എന്തൊക്കെ വിശേഷങ്ങൾ. ആ കാപ്പി കൊണ്ടു കൊടുത്തു. ഇവരുടെ ആ ഭാര്യയുടെയും ഭാര്യ അങ്ങനെ ഭർത്താവിന്റെ കസാലയുടെ പിന്നിൽ പിടിച്ച് നിൽക്കുകയാണ്. ഇവരുടെ ആ സ്നേഹം കണ്ടിട്ട് വന്ന ആൾക്ക് കൊതിയായി. എന്റെ വീട്ടിൽ ഒരുത്തിയുണ്ട്, ഞങ്ങൾ ഈ സ്നേഹമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ അയാളെന്തോ കാര്യം പറയാൻ വന്ന അയാൾ പോയി ഗേറ്റ് അങ്ങോട്ട് കടന്നപ്പോഴാണ് തുടരും ബാക്കി കൊടുവാളെടുത്ത് ആദ്യം തുടങ്ങി. അപ്പൊ എന്ത് മനോവിഷമമുണ്ടെങ്കിലും വീട്ടിലൊരു അതിഥി വന്നാൽ ഇതൊക്കെ മാറ്റി നമ്മുടെ ഭാവം മാറിയില്ലേ? നമ്മൾ ഊണ് കഴിച്ചില്ലെങ്കിലും അതിഥിക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇതാണ് അതിഥി ദേവോ ഭവ. അതിഥിയെ ഭഗവത് സ്വരൂപമായിട്ട് കാണണം. ഇതൊക്കെ ശ്രീരാമചന്ദ്രൻ തന്റെ ഓരോ പ്രവർത്തനത്തിലും കാണിച്ചു തരികയാണ്. എന്തിനു വേണ്ടി? ഇതാണ് മർത്യാവതാരസ്ത്യ മർത്യശിക്ഷണം. മനുഷ്യനെ പലതും പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചത് തന്നെ. ഓരോ കാര്യങ്ങളും എങ്ങനെ പെരുമാറണം ഒരു പിന്നെ ഈ ലോകത്തിന്റെ മുമ്പിൽ അറിയണ്ടേ? സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറണം? ശ്രീരാമനൊക്കെ ഭരതനോടും ലക്ഷ്മണനോടൊക്കെ എത്ര സ്നേഹമായിട്ട്, അതുപോലെ അവരും. ലക്ഷ്മണൻ എല്ലാം ത്യജിക്കാൻ തയ്യാറാ ശ്രീരാമചന്ദ്രനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട്. വിവാഹം കഴിച്ച ഊർമിളയുടെ കാര്യം പോലും അന്വേഷിക്കാൻ തയ്യാറല്ല. ഊർമിളയ്ക്ക് ആക്ഷേപമില്ല. ആരാ ഊർമിളയ്ക്ക്? ആലോചിച്ച് നോക്കൂ. സീതാദേവിയെപ്പോലെ ഒരു ചരിത്രം ഈ രാമായണം ശരിക്കും സീതായാശ്ചരിതം രാമായണം കാവ്യം സീതായാശ്ചരിതം മഹത്. ഈ രാമായണം യഥാർത്ഥത്തിൽ സീതയുടെ മഹത്തായ ചരിത്രമാണ്. ഒരു സ്ത്രീ എങ്ങനെയാവണം? സീതയെപ്പോലെ ആയാൽ മതി. അതിനാണ് സീത. എന്താ സീതയുടെ മഹത്വം? പക്ഷെ അതിനേക്കാളും എത്രയോ മീതയല്ലേ ഊർമിള. ആലോചിച്ചു നോക്കൂ. ശ്രീരാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു പുറപ്പെട്ടു. നീ പോരണ്ട, അവിടെ വിഷമുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊന്നും വില വെച്ചില്ല. ഞാൻ മുമ്പിൽ നടക്കാം, കല്ലും മുള്ളുമൊക്കെ ഞാൻ ചവിട്ടാം, എന്നിട്ട് പിന്നാലെ അങ്ങ് വന്നാൽ മതി. ഭർത്താവിനെ ശുശ്രൂഷിക്കാനാണ് ശരി തന്നെ. എന്നാലും ഊർമിളയ്ക്ക് മോഹം ഉണ്ടാവില്ലേ ലക്ഷ്മണന്റെ കൂടെ പോവാൻ? ചോദിച്ചില്ല ഞാൻ കൂടെ വരട്ടെ എന്ന്. എന്തുകൊണ്ട് ചോദിച്ചില്ല? അദ്ദേഹം പോകുന്നത് ശ്രീരാമനെയും സീതാദേവിയെ ശുശ്രൂഷിക്കാനാ. ഞാൻ കൂടെ ചെന്നാൽ അതിൽ കുറച്ച് കുറവ് വരും. വേണ്ട, തന്റെ ഭർത്താവിന്റെ ഇഷ്ടം എന്തോ അത് കണ്ടറിഞ്ഞ് എന്ത് ത്യാഗവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക. അതാണ് പാതിവൃത്യം. അതാണ് ഊർമിള. പോയില്ല. വാസ്തവത്തിൽ ഭർത്താവിന്റെ കൂടെ ജീവിക്കണം എന്ന് ഏത് സ്ത്രീക്ക് ആഗ്രഹമില്ലാണ്ടിരിക്കുക? അതുമല്ല, വനവാസ കാലത്ത് ഉറക്കമൊഴിച്ചിരിക്കുകയാണ് ലക്ഷ്മണൻ. ഊണുമില്ല, ഉറക്കമില്ല. എത്ര വർഷം. ഒരു ദിവസം ശ്രീരാമനും സീതാദേവിയും കിടന്നുറങ്ങുമ്പോൾ ലക്ഷ്മണൻ കാവൽ നിൽക്കുകയാണല്ലോ എന്നും. അർദ്ധരാത്രി
ദൂരത്ത് നിന്ന് ഒരു സുന്ദരിയായ ഒരു സ്ത്രീ വരുന്നത് കണ്ടു. ലക്ഷ്മണന് പേടിയായി. കാര്യപ്പം എന്താ ഇപ്പം ഇവൾ ഈ അസമയത്ത് വരുന്നത്, ആരാ മനസ്സിലായില്ലല്ലോ, ഈശ്വര എന്നോട് വല്ല പ്രേമാഭ്യർത്ഥനയായിട്ട് വരികയാവോ എന്നൊക്കെ പേടിയായി. ഏതായാലും അടുത്ത് വന്നപ്പോൾ ശ്രീരാമനെ മനസ്സിന് നല്ലോണം വിചാരിച്ചു ലക്ഷ്മണൻ അബദ്ധാതിരിക്കാനേ. അപ്പോൾ ഒരു ബുദ്ധി തോന്നി, അമ്മ എന്താ ഈ അസമയത്ത്, അമ്മേ എന്ന് സംബോധന ചെയ്താൽ മറ്റൊരു ഭാവം ഇങ്ങോട്ട് തോന്നരുത്, അതാണ്. ആരാ മനസ്സിലായില്ല. അമ്മ എന്താ ഈ അസമയത്ത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ നിദ്രാദേവിയാണ്, ഉറക്കത്തിൻ്റെ അധിദേവതയാണ്. നീ വളരെ കാലമായി ഉറക്കൊഴിച്ചിരിക്കണം, ഉറക്കൊഴിച്ചാൽ മനുഷ്യൻ ക്ഷീണിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് നിദ്രാദേവി ഒന്നങ്ങോട്ട് അനുഗ്രഹിച്ചാൽ എല്ലാ ക്ഷീണവും മാറും. അപ്പോൾ നിന്നിൽ സംപ്രീതയായിട്ട് നിന്നെ അനുഗ്രഹിക്കാമെന്നതാണ്, നിനക്ക് എന്ത് വരാ വേണ്ടത് ചോദിച്ചോളൂ. എനിക്ക് ക്ഷീണമുണ്ടെന്ന് ആരാ അമ്മോട് പറഞ്ഞത്? ഈ ചേട്ടനെയും ചേട്ടത്തെമ്മയും ശുശ്രൂഷിക്കാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ച എനിക്ക് എൻ്റെ ജന്മം സഫലമായി എന്നല്ലാതെ എനിക്ക് അതുകൊണ്ട് യാതൊരു ക്ഷീണവും ഇല്ല. എന്നാലും എന്ത് വരാണോ വേണ്ടത്? എനിക്ക് എന്താ അമ്മ, ഇതിൽ പരം ഒരു വലിയ വരം എനിക്ക് വേണോ? ശ്രീരാമനെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചില്ലേ, എനിക്കൊന്നും ആവശ്യമില്ല. ഇനി അങ്ങനെ അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നെ തന്നെ ഓർത്തുകൊണ്ട് ഒരു സ്ത്രീ അവിടെ കൊട്ടാരത്തിൽ കഴിയുന്നുണ്ട്, ഊർമിള. അമ്മ ആ വരം അവളെ അനുഗ്രഹിച്ചാൽ മതി എന്നാണ്. ഈ സംസാരം ശ്രീരാമനും സീതാദേവി കേട്ടു. ഏതോ ഒരു സ്ത്രീ സംസാരിക്കണത്. മെല്ലെ രാമേട്ടനെ തോണ്ടി ഉറക്കം വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ ഇതൊക്കെ കേട്ടു. ഇതൊക്കെ കേട്ടപ്പോൾ സീത പറഞ്ഞു, കണ്ടു ലക്ഷ്മണൻ ഊർമിളയെ ഓർമ്മിച്ചിരിക്കുന്നു. എന്നെ ഓർത്തുകൊണ്ടൊരു സ്ത്രീ ഇരിക്കുന്നുണ്ട്, അവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ഊർമിളയെ ഓർമ്മിച്ചു. അതുകൊണ്ട് അങ്ങ് ഊർമിളയ്ക്ക് ദർശനം കൊടുക്കണം, എന്ത് വരമാണോ വേണ്ടത് കൊടുക്കണം എന്ന് പറഞ്ഞു എന്നാണ്. ഇത് പല രാമായണത്തിലത്തെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതൊന്നും ഞങ്ങൾ വായിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വമില്ല, ഒരുപാട് രാമായണങ്ങളുണ്ട്. ഏതായാലും ശ്രീരാമൻ ഈ സമയത്ത് ഊർമിളയുടെ മുമ്പിൽ പ്രത്യക്ഷമായി. ഭഗവാൻ എന്താ സാധിക്കാത്തത്? ഊർമിള നമസ്കരിച്ചു, പറഞ്ഞു, ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ്. ലക്ഷ്മണൻ എന്നെ സ്മരിച്ചിരിക്കുന്നു. ഒരു സ്ത്രീക്ക് ഭർത്താവ് ഏത് വിദേശത്താണെങ്കിലും തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നു എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അതറിയിക്കാൻ വന്നതാണ്. അതുകൊണ്ട് നിനക്ക് എന്ത് വരാ വേണ്ടത് ചോദിച്ചോളൂ എന്നാണ്. അപ്പോൾ ഊർമിള പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ അങ്ങ് തരുമോ? അതെന്താ അങ്ങനെ ചോദിക്കണത്? രാമന് 2 വാക്കില്ല. ദ്വിശരം നാഭിസന്ധത്തെ രാമോ ദുർനാഭിഭാഷത്തെ. ഒരു ലക്ഷ്യത്തിലേക്ക് 2 അസ്ത്രം അയക്കണ്ട രാമന്. 2 വാക്കിൽ 1 വാക്കേ ഉള്ളൂ. എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ പറഞ്ഞു. എങ്കിൽ എനിക്കൊരു വരം വേണം. ഇനി ഈ വനവാസം കഴിയുന്നത് വരെ അദ്ദേഹം എന്നെ ഓർമ്മിക്കരുത് എന്നൊരു വരം എനിക്ക് തരണം എന്നാണ്. കാരണം എന്നെ ഓർമ്മിക്കുമ്പോൾ ശ്രീരാമനെ ശുശ്രൂഷിക്കുന്നതിൽ അല്പം ഒരു കുറവ് വരുമല്ലോ, അത് വരരുതാണ്. ആരാ ഊർമിള? ആ ഊർമിളയെക്കുറിച്ച് വളരെ കുറച്ചേ രാമായണത്തിൽ വർണ്ണിച്ചുള്ളൂ. എന്തുകൊണ്ട് വർണ്ണിച്ചില്ല? വർണ്ണനയ്ക്ക് അതീതയാണ് ഊർമിള. വർണ്ണിച്ചാൽ ഇത്രയേ ഉള്ളൂ മഹത്വം എന്ന് നമ്മൾ വിചാരിക്കും. അത്രയും മഹത്വം ഉണ്ട് ഊർമിളയ്ക്ക്. ഇങ്ങനെ രാമായണ കഥ അത്ഭുതമാണ്. ആ സഹോദര സ്നേഹം ഭരതനായാലും ലക്ഷ്മണനായാലും ജ്യേഷ്ഠനെ ഓടുള്ള സ്നേഹം എത്ര. രാജ്യമെടുത്ത അമ്മാനാണ്. ജ്യേഷ്ഠനാണ് രാജ്യം ഭരിക്കുന്നത്, ഞാനല്ല എന്ന് ഭരതൻ. അല്ല, നീ ഭരിച്ചോ? രാജ്യം എടുത്ത അമ്മാനാടാണ്. ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു കഥയായിട്ടെങ്കിലും ഒരാൾക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ടോ? അച്ഛൻ ഇത്ര കാലം ഭരിച്ചിട്ടേ മതി, ഇനി അവിടെ ജയിലിൽ പിടിച്ചിട്ടു അച്ഛനെ, ഇനി ഞാൻ ഇവിടെ ഭരിച്ചോളാം. താജ്മഹൽ നിർമ്മിച്ച ഷാജഹാനെ പിടിച്ച് ജയിലിലിട്ടിട്ട് മകനാണ് പിന്നെ ഭരിച്ചത്. പോയി അപ്പോഴും ആ വീട് കാണാം, ആ ജനലിൽ കൂടെ നോക്കിയാൽ താജ്മഹൽ ഇങ്ങനെ കാണാം അച്ഛനെന്ന് മാത്രം. അങ്ങനത്തെ കഥകളേ ഉള്ളൂ ഇവിടെ ഭാരതത്തിലല്ലാണ്ട്. ഈ ഒരു കഥ എവിടെയുണ്ട്? രാജ്യമെടുത്ത് അമ്മാനമാടുന്നു. അവസാനം ജ്യേഷ്ഠനോട് വാദിച്ച് ജയിക്കാൻ വയ്യാത്തത് കൊണ്ടും ജ്യേഷ്ഠനെ അനുസരിക്കേണ്ടതുള്ളത് കൊണ്ടും തൃപ്തിയില്ലാതെ പ്രദർശനം വെച്ച് നമസ്കരിച്ച് ആ പാതുകകള് ശിരസിൽ വെച്ച് കൊണ്ടുവന്ന് ഇവിടെ സിംഹാസനത്തിൽ വെച്ച് ജ്യേഷ്ഠന്റെ പ്രതീതിയായിട്ട് രാജ്യം നോക്കി നടക്കാണ് ഭരതൻ. പറഞ്ഞു, 14 വർഷം കഴിഞ്ഞാൽ ജ്യേഷ്ഠൻ കൃത്യം തിരിച്ചു വരണം, വന്നില്ലെങ്കിൽ ഈ ഭരതൻ ജീവനോടുകൂടി ഇരിക്കില്ല എന്നുള്ളതാണ്. എന്താ സഹോദര സ്നേഹം ആലോചിച്ച് നോക്കൂ. ലക്ഷ്മണന്റെ കഥ പറയുകയും വേണ്ട. ഭാര്യയോട് പോലും കാണിക്കാത്ത സ്നേഹമാണ്. ജീവിതം മുഴുവൻ ശ്രീരാമന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുക. ഇതാണ് സഹോദര സ്നേഹം. ഇന്ന് എവിടെ ഉണ്ട് സഹോദര സ്നേഹം? എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാർ, 10ാം ക്ലാസ് വരെ എൻ്റെ കൂടെ പഠിച്ചതാണ് ഒരു ഗോപിനാഥൻ എന്ന് പറയും. അവൻ തിരുവനന്തപുരത്താണ്. അവൻ്റെ അനിയത്തിയെ ഞാൻ കണ്ടപ്പോൾ ഒരിക്കലും ഏട്ടൻ്റെ ഫോൺ നമ്പർ ഒന്ന് അറിയോ ചോദിച്ചു. എനിക്കറിയില്ല. കുട്ടി അനിയത്തി കലശലായിട്ട് ദേഷ്യം. അപ്പം ഞാൻ ചോദിച്ചു, ഭാഗം കഴിഞ്ഞു അല്ലേ ചോദിച്ചു. ഭാഗം കഴിഞ്ഞ പിന്നെ ആങ്ങളെയും പെങ്ങളും തമ്മിൽ ഒരു ശത്രുക്കളല്ലേ? ആലോചിച്ച് നോക്കൂ, അതാ സത്യം. ഭാഗം കഴിഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞത് വിചാരിച്ചാൽ ഇന്നത്തെ ലോകം അതാണ്. പരേഷു മൈത്രി സ്വജനേഷു വൈരം പശ്യന്തി ലോക കലികൗതുകാനി. അന്യന്മാരോട് സ്നേഹമുണ്ടാവും, സ്വന്തക്കാർ തമ്മിൽ ബദ്ധശത്രുക്കളായിട്ട്. ഇതല്ലേ കലികാലത്ത് കണ്ടുവരുന്നത്.
ശ്രീരാമന്റെ കഥ വായിക്കൂ, എന്താ സഹോദര സ്നേഹം എന്ന് പഠിക്കാം. എന്തൊരു സരളമായ സ്വഭാവം. ഇതുപോലെ യുദ്ധത്തില് രാവണന്റെ ആയുധങ്ങളും കുതിരയും എല്ലാം നഷ്ടപ്പെട്ട് തളർന്ന അവസരത്തില് ശ്രീരാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ക്ഷീണിച്ചിട്ടുണ്ട്, നിന്റെ ആയുധമൊക്കെ പോയില്ലേ, പോയി വിശ്രമിക്കൂ, നാളെ ആയുധമൊക്കെ ആയിട്ട് പുതിയ രഥമായിട്ട് വരൂ, അപ്പൊ ഞാൻ എൻ്റെ കയ്യൂക്ക് കാണിച്ചു തരാം. ഈ അവസരം വെച്ചിട്ട് രാവണനെ കൊല്ലല്ല ചെയ്തത്. ഇത് ലോകത്തെവിടെയുണ്ട്? സരള സ്വഭാവ് ചുവാച്ഛലനാഹിം. തുളസീദാസൻ പറയാ, ഇതുപോലെ സരളമായ ഒരു സ്വഭാവം, ചതി വഞ്ചന കാപട്യം അത് സ്പർശിച്ചിട്ട് പോലുമില്ല ശ്രീരാമചന്ദ്രനില്ല. ശത്രു പോലും ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്നു എന്നുള്ളതാണ്. ഇന്ദ്രജിത്തിനെ കൊന്നതായ അവസരത്തില് ആ യുദ്ധത്തിൽ, രാമരാവണ യുദ്ധത്തിൽ ഇന്ദ്രജിത്ത് മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഇന്ദ്രജിത്തിന്റെ ഭാര്യയായ സുലോചന ഭർത്താവിന്റെ ചിതയിൽ ചാടി സതിയാവാൻ, ദേഹം ത്യജിക്കാൻ ആഗ്രഹിച്ചു. രാവണനോട് അതിന് സമ്മതം ചോദിക്കാനായിട്ട് ചെന്നു. ഭാവാർത്ഥ രാമായണത്തിലുള്ളതാണ് ഈ കഥ. അപ്പോ രാവണൻ പറഞ്ഞു, ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം, പക്ഷേ അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യൂ, ശ്രീരാമചന്ദ്രനെ ഒന്ന് കണ്ടുവരൂ എന്ന് പറഞ്ഞു. അതായത് ആ ഭഗവാനെ കാണാൻ സാധിക്കും, രാവണനായി പറയുന്നത്. അപ്പൊ സുലോചനയ്ക്ക് അത്ഭുതമായി. എന്ത്, എന്റെ ഭർത്താവിനെ കൊന്ന ശത്രുക്കളുടെ മുമ്പിലേക്കാണോ എന്നെ പറഞ്ഞയക്കുന്നത് എന്ന് ചോദിച്ചു. അവരെന്നെ പിച്ചി ചിന്തില്ലേ എന്നാ ചോദിക്കണത്. രാവണൻ പറഞ്ഞു, ഒരിക്കലുമില്ല. ഏകപത്നി വ്രതധാരിയായ ശ്രീരാമചന്ദ്രനും ജിതേന്ദ്രിയനായ ലക്ഷ്മണനും നിത്യബ്രഹ്മചാരിയായ ഹനുമാനും ഉള്ള സദസ്സില് യാതൊരു അന്യായവും നടക്കില്ല എന്ന് മാത്രമല്ല, നിന്നെ അമ്മയെപ്പോലെ ആദരിക്കും എന്നാണ് പറഞ്ഞത്. രാവണനായി പറയുന്നത്. എന്നിട്ട് സുലോചന പോയി ശ്രീരാമനെ കാണാൻ. ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, അമ്മേ, ഇവിടെ ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിലല്ല യുദ്ധമുണ്ടായത്, രണ്ട് പതിവ്രതകൾ തമ്മിലുള്ള യുദ്ധമാണ്. ഒരു ദിക്കില് ലക്ഷ്മണന്റെ പത്നി ഊർമിള, ഇവിടെ സുലോചന, അവര് തമ്മിലുള്ള യുദ്ധം ഉണ്ടായത്. പിന്നെ എങ്ങനെ, രണ്ടുപേരും പതിവ്രതകളാണ്, പിന്നെ എങ്ങനെ ഇന്ദ്രജിത്തിനെ കൊല്ലാൻ സാധിച്ചു എന്നാണെങ്കിൽ, ഈ ലക്ഷ്മണൻ പരസ്ത്രീകളിൽ മാതൃഭാവം വയ്ക്കുന്ന ശ്രീരാമന്റെ പക്ഷത്തായ നിന്നത്, ഇന്ദ്രജിത്ത് പരസ്ത്രീകളിൽ കാമഭാവം വെച്ച് പുലർത്തുന്ന രാവണപക്ഷത്തായി എന്നുള്ള ഒരു കുറവ് മാത്രം. അതുകൊണ്ടാണ് ലക്ഷ്മണന് ഇന്ദ്രജിത്തിനെ കൊല്ലാനായിട്ട് സാധിച്ചത് എന്ന് പറയാണ്. അതായത് പതിവ്രതകളുടെ യുദ്ധമായിരുന്നു എന്നാണ്. എവിടെ രാമനുണ്ടോ അവിടെ കാമമില്ല. ജഹം രാമ തഹം കാമിനഹിം. രാമനെ സ്മരിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിൽ കാമമുണ്ടാവില്ല. ജഹം കാമ നഹിം രാമ. എവിടെ കാമവാസനയുണ്ടോ പ്രബലമായിട്ട് അവിടെ ശ്രീരാമനില്ല. അതായത് ഭക്തിഭാവം നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. കുംഭകർണനെ വിളിച്ചുണർത്തി യുദ്ധത്തിന്. ആ അവസരത്തിൽ കുംഭകർണൻ ചോദിച്ചു, എന്തിനാ നീ എന്നെ വിളിച്ചുണർത്തിയത് യുദ്ധം ചെയ്യാൻ? ആരോട് യുദ്ധം ചെയ്യാൻ? ശ്രീരാമനോട്. അതെന്തിനാ യുദ്ധം ശ്രീരാമനോട്? ഞാൻ ശ്രീരാമന്റെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തിനാ നീ കെട്ടുകൊണ്ടത്? ഇവിടെ വേറെ പെണ്ണുങ്ങളൊന്നുമില്ലേ? കുംഭകർണൻ ചോദിക്കുക, അത് നീ ഉറങ്ങല്ല, നീ കണ്ടില്ല, ഇത് 3 ലോകത്തിലുമില്ല എത്ര സൗന്ദര്യമുള്ള ഒരു സ്ത്രീ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെയാ. എന്നിട്ടോ നീ അനുഭവിച്ചോ ചോദിച്ചു. ഇല്ല. അതെന്തേ? അവള് പതിവ്രതയാണ്, ശ്രീരാമനെ അല്ലാതെ മറ്റൊരാളെ അടുക്കാൻ അനുവദിക്കുന്നില്ല. ഓ, അതിനാണ് പ്രയാസം. ശ്രീരാമന്റെ വേഷം കെട്ടിയങ്ങോട്ട് ചെന്നാ പോരെ. ഇവർക്ക് ഇഷ്ടം പോലെ വേഷം മാറാൻ പറ്റുമല്ലോ രാക്ഷസന്മാർക്ക്. നീ എന്തറിഞ്ഞിട്ടാ ഈ പറയണേ ചോദിച്ചു. ശ്രീരാമന്റെ വേഷം കെട്ടണമെങ്കിൽ ശ്രീരാമനെ മനസ്സിൽ ധ്യാനിക്കണ്ടേ, എന്നാലല്ലേ. നമുക്കിപ്പോ കുട്ടികൾ വേഷം കെട്ടി കൃഷ്ണന്റെ വേഷം കെട്ടി വരും. ആ ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ട്, അതുകൊണ്ടാണ് ഈ വേഷം കെട്ടാൻ പറ്റുന്നത്. ശ്രീരാമന്റെ രൂപം മനസ്സിൽ വിചാരിച്ചാൽ പിന്നെ അവനുണ്ടോ കാമം? കർത്തുച്ചേതസി രാമരൂപം അമലം ദൂർവാദള ശ്യാമളം തുച്ഛം ബ്രഹ്മപദം പരവധൂസംഗ പ്രസംഗക്കുത. ആ ശ്രീരാമന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചാൽ ബ്രഹ്മപദം പോലും തനിക്ക് തുച്ഛമായിട്ട് തോന്നും. പിന്നെയുണ്ടോ പരസ്ത്രീകളെ പ്രാപിക്കണമെന്ന് തോന്നുന്നു. രാവണനായി പറയുന്നത്. രാമനെ മനസ്സിൽ വിചാരിച്ചാൽ തന്നെ കാമമില്ല എന്നുള്ളത്. അതാണ് ശ്രീരാമൻ. എല്ലാവരോടും മധുരമായി മാത്രം സംസാരിച്ചു. ആരോടും ഒരു കടുത്ത വാക്ക് ഒരിക്കലും ശ്രീരാമചന്ദ്രൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതമായിട്ടുള്ള ഒരു സംഗതി. സീതാദേവിക്ക് ഒരു തവണ ലക്ഷ്മണനോട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒരു കടുത്ത വാക്ക് പറയേണ്ടി വന്നു.
കാരണം ലക്ഷ്മണനെയും കൂടെ പറഞ്ഞയച്ചിട്ട് വേണമല്ലോ രാവണൻ തന്നെ കട്ടുകൊണ്ടുപോകാൻ. ഇവിടെ മായാസീതയാണ് നിർത്തിയിട്ടുള്ളത്. അതിപ്പോൾ ശ്രീരാമനും സീതയ്ക്കും അറിയൂ, ലക്ഷ്മണന് തൽക്കാലം അറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയാൻ വയ്യാത്ത ചില വാക്കുകൾ പറഞ്ഞു. അത്ര പോലും ശ്രീരാമൻ ശത്രുക്കളോട് പോലും ഒരു കടുത്ത വാക്ക് പറഞ്ഞിട്ടില്ല. മധുരമായിട്ട് മാത്രം സംസാരിക്കുക. എന്തിനായത്? നമുക്ക് കാണിച്ചു തരാം ഈ ലോകത്തിൽ എങ്ങനെ വേണം നമ്മൾ പെരുമാറാൻ. മധുരമായ വാക്കുകൾ മാത്രം പറയുക. ഒരാളെ വേദനിപ്പിക്കുന്നത് സത്യമാണെങ്കിൽ പോലും നിങ്ങളുടെയൊക്കെ മനസ്സിന് വേദനയാകുമെങ്കിൽ ഞാൻ ആ സത്യം ഇവിടെ പറയരുത്. യത് ഭൂതഹിതം അത്യന്തം ഏതത് സത്യം മതം മമ. എല്ലാവർക്കും ഹിതമായിട്ടുള്ള കാര്യം ഏതോ അതാണ് സത്യം. അല്ലാണ്ട് കണ്ട സത്യം മുഴുവൻ പറയലല്ല എൻ്റെ ജോലി. ഞാനൊരു സത്യം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേദനയാകുമെങ്കിൽ ഞാൻ എന്തിനാ സത്യം പറയുന്നു? എല്ലാവർക്കും ഹിതമായിട്ടുള്ള വാക്കായിരിക്കണം. ഒരിക്കൽ ചാണക്യനോട് ഒരാൾ പറഞ്ഞു, ഞാൻ അങ്ങയുടെ സുഹൃത്തിനെ കുറിച്ചൊരു വിവരം അറിഞ്ഞു, ഞാൻ പറയട്ടെ ചോദിച്ചു. ചാണക്യൻ പറഞ്ഞു, നിൽക്കട്ടെ പറഞ്ഞു. എൻ്റെ സുഹൃത്തിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞ വിവരം നല്ല കാര്യമാണോ ചോദിച്ചു. നല്ല കാര്യമൊന്നുമല്ല. നല്ല കാര്യം വെച്ചാൽ പറയാൻ വലിയ താല്പര്യമില്ലല്ലോ നമുക്ക്. ചീത്തത്വം വല്ലതും കിട്ടിയാൽ അത് പറയാൻ താല്പര്യം. അത് ശരി, നല്ല കാര്യമല്ല അല്ലേ. പോട്ടെ, നിങ്ങൾ അറിഞ്ഞ കാര്യം, എൻ്റെ സുഹൃത്തിനെ കുറിച്ച് അറിഞ്ഞ കാര്യം സത്യമാണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ കേട്ടതാണ്, സത്യമാണോ എന്നറിയില്ല. അത് ശരി, നല്ല കാര്യമല്ല, സത്യമാണോ എന്നിട്ട് അറിയൂല. പോട്ടെ, നിങ്ങളത് പറഞ്ഞാൽ പറയുന്ന നിങ്ങൾക്ക് വല്ല നേട്ടമുണ്ടോ? കേൾക്കുന്ന എനിക്ക് വല്ല ഉപകാരമുണ്ടോ? അങ്ങനെ ഉപകാരമൊന്നുമില്ല. പിന്നെ എന്തിനാ നിങ്ങൾ പറയണേ ചോദിച്ചു. എൻ്റെ സുഹൃത്തിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞ വിവരം നല്ലതല്ല, അത് സത്യമാണോ നിങ്ങൾക്ക് അറിയില്ല, അത് പറഞ്ഞാൽ നിങ്ങൾക്കോ കേട്ടാൽ എനിക്കോ ഗുണമില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങളത് പറയുന്നത്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഉദാഹരണം. നമ്മൾ പലപ്പോഴും പലരോടും സംസാരിക്കുമ്പോൾ ഓർക്കുക, എനിക്ക് കുറെ പറയാനുണ്ട്, എന്തിനു പറയണു? സത്യമാണെങ്കിൽ പോലും ഒരാളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ ആ സത്യം പറയരുത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും കുറെ പറയാണ്ട് പറഞ്ഞിട്ട് പറയല്ലോ. ഒരു കുട്ടി പറഞ്ഞു, ഞങ്ങൾക്കൊരു ലെക്ചറർ വന്നിട്ടുണ്ട്, എന്തൊരു നോളജാണെന്നറിയോ, ഏത് വിഷയം കൊടുത്തോളൂ 2 മണിക്കൂർ അതിനെക്കുറിച്ച് അസലായിട്ട് പ്രസംഗിക്കുന്നു പറഞ്ഞു. വേറൊരു കുട്ടി പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ, എൻ്റെ വീട്ടിലൊരു മുത്തശ്ശിയുണ്ട്, ഒരു വിഷയം കൊടുക്കേണ്ട, ഒരാളെ കൊടുത്താൽ മതി, വൈകുന്നേരമോളം പ്രസംഗിച്ചോളൂ. അങ്ങനെയില്ലേ ചിലർ? എന്തിനാ ചോദിച്ചാൽ അറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, അയൽവക്കത്തൊരു മുത്തശ്ശി നടക്കാൻ വയ്യ, പക്ഷെ പാല് കൊണ്ടുവരാൻ ഒരു സ്ത്രീ വരും. അപ്പോൾ വയ്യെങ്കിലും പാത്രമായിട്ട് ഈ മുത്തശ്ശി ഇറങ്ങുന്നുണ്ട്, അയമ്മയോട് കുറച്ച് വർത്താനം പറയാം. അയമ്മയ്ക്ക് 100 വീട്ടിൽ പോകണം, പാവത്ത് കേട്ടുകൊണ്ടിരുന്നാൽ മതിയോ? ഫുൾ ഷോപ്പിടില്ല, ഇങ്ങനെ കയറില്ലാണ്ട് കെട്ടിയിടും. അവസാനം ഈ സ്ത്രീ പറയും, ഞാൻ നിൽക്കല്ലോ, നേരെ ഇട്ടാ വയ്ക്ക് കുറേ ദിക്കിൽ പാല് കൊടുക്കാണ്ട് പോവെന്ന് കണ്ട എന്നാൽ നിൽക്കും, ഞാൻ 2 മാങ്ങ എടുത്തു കൊണ്ടുവരാം. മാങ്ങ ധാരാളം പേര് വീട്ടിൽ. അപ്പം 2 മാങ്ങ എടുത്തു കൊണ്ടുവരും, എന്നിട്ട് അത് കൊടുക്കില്ല. അത് കയ്യിൽ പിടിച്ചിട്ട് പിന്നെ 1/2 മണിക്കൂർ പ്രസംഗം. ഇതാണ് കയറില്ലാണ്ട് കെട്ടിട. എന്തൊരു കഷ്ടമാണ്, ആലോചിച്ച് നോക്കും. എന്തിനാ ഇങ്ങനെ പറയണത്? നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യമാണെങ്കിൽ പറയാം. അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, മധുരമായ വാക്ക് മാത്രം പറയുക. ഓരോന്നും ശ്രീരാമചന്ദ്രനെ കണ്ടുപിടിക്കേണ്ട. രാമായണം എങ്ങനെ പറയുക? ഒരു ഗുളികപ്രായത്തിലാക്കി പറയാൻ പറ്റുമോ? അത്ര മഹത്തരമാണ്. മാത്രമല്ല, നമ്മൾക്കൊക്കെ പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങളും വരുമല്ലോ. ഈ ദുഃഖം വരുമ്പോൾ നമ്മൾ ആത്മഹത്യ വരെ ചെയ്യുള്ളൂ. എത്ര കുടുംബങ്ങൾ. ഇന്നലെ ഞാൻ വായിച്ച പത്രത്തിൽ വായിച്ചു, അച്ഛനും അമ്മയും 2 കുട്ടികളും ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങളൊക്കെ നോക്കിക്കോളൂ, 99% ഹിന്ദുക്കളായിരിക്കും. കാരണം യാതൊരു ശാസ്ത്രജ്ഞാനവും ഇല്ല. മറ്റു കൂട്ടർക്കൊക്കെ വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ പള്ളിയിൽ ക്ലാസ് ഉണ്ട്, അതവർ അറ്റൻഡ് ചെയ്യും. സ്കൂളിലെ വിദ്യാഭ്യാസം നിർത്തിയാലും അവർ പള്ളിയിൽ പോകും. നമ്മളിവിടെ ഗീത ക്ലാസ് എടുക്കുന്ന അമ്പലത്തിൽ പറഞ്ഞാൽ എത്ര ആൾ വരും? കുട്ടികൾ, ഞാൻ ഗീതായജ്ഞമൊക്കെ നടത്തുമ്പോൾ കുട്ടികളെ കൊണ്ടുപോയി, കുട്ടികളാണ് കേൾക്കേണ്ടത്. കോളേജിലും ഹൈസ്കൂളും പഠിക്കുന്ന കുട്ടികൾ കേൾക്കണം. കാരണം ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ട സന്ദർഭം വരുമ്പോൾ അവർക്ക് മനോബലം കിട്ടണ്ടേ, അവരാണത് അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷെ കുട്ടികളെ കൊണ്ടുവരില്ല. അയ്യോ മാഷെ, അവൾക്ക് ട്യൂഷനുണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട്, പാട്ട് ക്ലാസ് ഉണ്ട്, ഇത് മാത്രം കേൾപ്പിക്കില്ല. അവസാനം എൻ്റെ മോൾ എന്നോട് ഇങ്ങനെ ചെയ്തു പോലെ ഏതോ ഒരു തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. പിന്നെ അമ്മ നെഞ്ഞത്തടിച്ച് നിലവിളിക്കണോ? അച്ഛനും. എങ്ങനെ പെരുമാറണമെന്ന് കുട്ടികളെ ആര് പഠിപ്പിച്ചു? നമ്മൾ പഠിപ്പിക്കണ്ടേ? നമ്മുടെ ശാസ്ത്രം പഠിപ്പിക്കണ്ടേ? അതിന് വ്യവസ്ഥയില്ലേ, പക്ഷെ നമ്മൾ ചെയ്യില്ല. ഇപ്പൊ ഇവിടെ വന്നതിൽ എത്ര കുട്ടികളുണ്ടാവും? ഒക്കെ കുട്ടികൾ തന്നെയാണ്. മാധവിക്കുട്ടിയും ഗോവിന്ദൻകുട്ടി, അമ്മൂട്ടി ഒക്കെ 65 കഴിഞ്ഞ് അങ്ങോട്ട് NOC കാത്തിരിക്കുന്നവരാണ് മിക്കവാറും. അവർ കേൾക്കണ്ട, കേട്ടോളൂ. പക്ഷെ നമ്മുടെ കുട്ടികളെ വെക്കേഷനല്ലേ, ഒന്ന് നിർബന്ധിച്ച് ഒരു ദിവസം, ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഒരു ദിവസം കുട്ടികളെ കൊണ്ടുവരും, പിന്നെ ഞാനായിക്കോളാം. പിന്നെ അവർ താല്പര്യം കൊണ്ട് കേൾക്കാൻ വരും, പക്ഷെ നമ്മൾ കേൾക്കാൻ സമ്മതിക്കില്ല. ചിലപ്പോൾ പ്രഭാഷണം കുട്ടികൾ കേട്ടിരിക്കുമ്പോൾ അമ്മ പിടിച്ച് ബലാൽ നീക്ക് പൂവ പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. എന്താ അറിയോ? സീരിയലുണ്ട്. അമ്മയ്ക്കത് കുട്ടിക്കിത് കേൾക്കാൻ വലിയ താല്പര്യം, സമ്മതിക്കില്ല. എന്തൊരു കഷ്ടം. നമ്മുടെ കുട്ടികളെ ആര് കേൾപ്പിക്കും?
അപ്പൊ അതുകൊണ്ട് ഈ ഹാൻഡ് ബുക്കുകള്, ഈ ഗീത, രാമായണം, ഭാഗവതം, ഇതൊക്കെ കുട്ടികളെ കേൾപ്പിക്കണം. എന്ത് ദുഃഖം വന്നാലും നേരിടാനുള്ള ബലപ്പം. എന്തിനാ ഈ പുരാണത്തിൽ നോക്കൂ, എന്തെല്ലാം സീതാദേവി അനുഭവിച്ച ദുഃഖത്തിന് കൈ കണക്കുണ്ട്, ആലോചിച്ച് നോക്കൂ. കുന്തി മാതാവ്, പാഞ്ചാലി, ഇവരൊക്കെ അനുഭവിച്ച ദുഃഖം ആലോചിച്ചാൽ ഇവിടെ ഈ ലോകത്തിൽ ഏത് അമ്മയ്ക്കാ, ഏത് സ്ത്രീക്കാ ദുഃഖമുള്ളത്? ഇവിടെ ചില്ലറ ദുഃഖം വരുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യാം. കോഴിക്കോട് കഴിഞ്ഞ വർഷം +1 പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തു. 4 ദിവസം പിടഞ്ഞു മരിച്ചു. എന്താ കാരണം എന്നറിയോ? ഒരു ഫോൺ കാൾ വന്നു. ആരോ കൂട്ടുകാരുടെ ഫോണാവും. ഈ ഫോൺ കാൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഈ കൂട്ടർ മുഖം ഇങ്ങനെ കളർ മാറി ആകെ വിഷമായി ബാത്റൂമിൽ കയറി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തു. ഏതെങ്കിലും ഒരുത്തം പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്നോ? അത്രയേ ഉള്ളൂ. അപ്പോഴേക്ക് കഴിഞ്ഞു. വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാ സൗഭാഗ്യവും ദൈവം കൊടുത്തു. പക്ഷേ ആത്മഹത്യ, ആ അച്ഛനമ്മമാരുടെ വേദന എത്രയാ. ഞാൻ കോളേജിൽ ഇപ്പോൾ മറ്റന്നാ ചിന്മയ കോളേജിൽ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നാളെയും കൂടെ ഇവിടെ ഉണ്ടാവും, കൗൺസിലിംഗ് ക്ലാസ്സുകൾ. അവിടെ MCA MBA കുട്ടികൾക്കോ ക്ലാസ് എടുക്കുമ്പോൾ 2 മണിക്കൂർ ക്ലാസ് എടുത്താൽ കുട്ടികൾ നിർത്താൻ സമ്മതിക്കുന്നില്ല. ഇവർക്കിത് വളരെ ഇഷ്ടമാണ്, നല്ല കാര്യങ്ങൾ കേൾക്കാൻ അവസരമില്ല. കോളേജിൽ പോകുമ്പോൾ ഒരു ഗുണമുണ്ട്, ഒക്കെ ചെറുപ്പക്കാരാണ്, എല്ലാ മതസ്ഥരും അവിടെ ഉണ്ട്. അവരുടെ മനഃശാസ്ത്രം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ എന്തും അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കും. അപ്പൊ കുട്ടികളെയാണ് ഇത് കേൾപ്പിക്കേണ്ടത്. അതിന്റെ വ്യവസ്ഥ ഇല്ല. വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു മനോബലം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒന്നും വിദ്യാഭ്യാസത്തിലില്ല, ഉണ്ടാവരുതെന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ ഇവരെങ്ങാനും രക്ഷപ്പെട്ടാലോ? അത് പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ലതൊന്നുമില്ല. പണ്ട് കാലത്തൊക്കെ മൂല്യാധിഷ്ഠിതമായിട്ട് പല നല്ല കഥകളൊക്കെ ഇപ്പൊ അതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് എവിടുന്ന് കിട്ടും? ഇങ്ങനെയുള്ള വേദികളിൽ നിന്ന് കിട്ടണം. അപ്പൊ നമ്മൾ കുട്ടികളെ കേൾപ്പിക്കണം, ഇല്ലെങ്കിൽ നമുക്കാണ് നഷ്ടം. ഇപ്പൊ ദുഃഖം വരുമ്പോ ദുഃഖാധികാൻ പശ്യേത്, ദുഃഖത്തെ എങ്ങനെ അതിജീവിക്കാന്നറിയോ? നമ്മേക്കാൾ ദുഃഖിക്കുന്നവരുടെ കഥ ആലോചിച്ചാൽ നമ്മുടെ ദുഃഖം ദുഃഖമേ അല്ല. സീതാദേവി അനുഭവിച്ച ദുഃഖം ആലോചിച്ച് നോക്കൂ. ഏകാകിനി ദണ്ഡകാനനാന്താ സാ നീയമാനാദശകന്ധരേണ സീതാത്തദ ആക്രന്ദതനന്യനാഥ ഹേ രാമ രഘുനന്ദന രാഘവേദി. ദണ്ഡകാരണത്തിൽ ഇരിക്കുമ്പോ മാരീചൻ വന്നു. നല്ല കൗതുകം തോന്നി. അതിനെ കിട്ടിയ എന്ത് രസമായിരുന്നു, കളിക്കാൻ നല്ല രസമായിരുന്നു. രാമേട്ടൻ കേട്ട പാതിപ്പ കൊണ്ടുവരാലോ പറഞ്ഞു. അല്ല, കളിക്കേണ്ട പ്രായല്ലേ സീതയ്ക്ക്? നോക്കൂ, എല്ലാം ത്യജിച്ചു വന്ന ഈ മാനിലൊരു മോഹം. എവിടെ ആഗ്രഹം വന്നോ ആ ശാഹി പരമം ദുഃഖം. ശ്രീരാമൻ പോയി അവസാനം സീതയെ പറഞ്ഞയച്ചു. ലക്ഷ്മണനെ പറഞ്ഞയച്ചു. സീതയെ അഞ്ജന പർവ്വതം പോലെയുള്ള രാവണൻ വന്ന് പൊക്കിക്കൊണ്ടുപോയി. ആ സമയത്ത് അനന്യനാഥയായ സീത ശ്രീരാമന്റെ പേര് വിളിച്ച് നിലവിളിച്ചു. ലങ്കയിൽ പോയി അവിടെ ആ രാക്ഷസികളുടെ മധ്യത്തിൽ എന്തൊക്കെ ഭീഷണികള്. പതറിയില്ല സീത, രാമനെ ആശ്രയിച്ചു നിന്നു, രാമനാമം ജപിച്ചുകൊണ്ടിരുന്നു. ലോകത്തിന് കാണിച്ചു തരാണ് ദുഃഖമൊക്കെ എല്ലാവർക്കും വരും. അവതാര സ്വരൂപികൾക്ക് പോലും ദുഃഖം വന്നു. മനുഷ്യനായിട്ട് ജനിച്ചാൽ ദുഃഖം ഉണ്ടാവും. പക്ഷെ ദുഃഖം വന്നാൽ നാട്ടുകാരോട് പറയാൻ നിലവിളിക്കലല്ല നമ്മുടെ പണി. ഭഗവാന്റെ നാമം ജപിക്കൂ. അത് നേരിടാനുള്ള മനോബലം നമുക്കുണ്ടാകും. അതിന് ഭാഗവതം നേരത്തെ കേൾക്കണം, ഗീത നേരത്തെ കേൾക്കണം, രാമായണം നേരത്തെ പഠിക്കണം. അല്ലാതെ ദുഃഖം വരുമ്പോൾ ഞാൻ ഗീത ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ ദുഃഖിക്കുന്നവര്, അവരെക്കാൾ ദുഃഖിക്കുന്നവര്, വാസ്തവത്തിൽ സീതയ്ക്ക് ഇങ്ങനെ ദുഃഖം വരാൻ പാടുണ്ടോ? ഇത്ര നല്ലൊരു ജാതകം ലോകത്തിലില്ല. ശ്രീരാമന്റെ ജാതകം ഉച്ചസ്ഥേ ഗ്രഹപഞ്ചകേ, 5 ഗ്രഹങ്ങൾ ഉച്ചത്തിലാ ശ്രീരാമന്റെ ജാതകത്തില്. പോരാ, സുരഗുരൗ സേന്തോ, വ്യാഴവും ചന്ദ്രനും ഒരുമിച്ച് നിൽക്കുന്നു. ചന്ദ്രകേന്ദ്ര ബൃഹസ്പതോ, ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വ്യാഴം വന്നാൽ ഗജകേസരി യോഗം. ജാതകത്തിൽ എന്ത് ദോഷമുണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്യാൻ ഈ ഒരൊറ്റ യോഗം മതി. നവമീ തിഥിയിലെ ലഗ്നയെ കർക്കടക ലഗ്നത്തില് മേഷം ഗതയെ പൂഷണി, സൂര്യൻ മേടത്തിൽ നിൽക്കുമ്പോൾ ശ്രീരാമൻ അവതരിച്ചു. ഇത്ര നല്ല ജാതകം കിട്ടിയിട്ട് സീത അനുഭവിച്ച ദുരിതത്തിന് കയ്യും കണക്കൂല. എന്തേ കാരണം? കല്യാണം കഴിച്ചത് ജാതകം നോക്കിയിട്ടല്ലല്ലോ. ശ്രീരാമന്റെ ജാതകം 1-ാം തരം ജാതക, പക്ഷെ 7 ചൊവ്വയാണ്. അത് നോക്കിയിട്ട് അതുകൊണ്ട് വലിയ അബദ്ധമൊന്നുമില്ല. സ്ത്രീ ജാതകത്തിലും 7-ാം ഭാവത്തിലോ 8-ാം ഭാവത്തിലോ പാപഗ്രഹങ്ങൾ ഉണ്ടായാൽ ദോഷസാമ്യം എന്ന് പറയും. അതിന് ജാതകേ നോക്കില്ല. സീതയ്ക്ക് ദേവിക്ക് ജാതകവും ഇല്ല. വില്ല് കൊലച്ചിട്ടാണല്ലോ കല്യാണം ഉണ്ടായത്. അപ്പൊ എന്താ? 7-ൽ ചൊവ്വ വന്നാൽ തുല്യദോഷം സ്ത്രീ ജാതകത്തിൽ ഇല്ലെങ്കിൽ അതിന്റെ ഫലം എന്താണെന്നറിയോ? മാഹേയേ മദകേ സദൈവ വിരഹോ. 7-ൽ ചൊവ്വ വന്നാൽ തുല്യദോഷം സ്ത്രീ ജാതകത്തിൽ ഇല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അടുത്തിരിക്കാൻ യോഗമില്ല. രാവണൻ കെട്ടുകൊണ്ടുപോയി. അവസാനം രാമരാവണ യുദ്ധമൊക്കെ കഴിഞ്ഞ് അഗ്നിസാക്ഷിയായി സീതയെ സ്വീകരിച്ചു. ആവൂ, നരകം കഴിഞ്ഞു, നരകം തടങ്ങ. പിന്നെ ഗർഭിണിയായ സീതയെ ആദ്യ കാട്ടിൽ ഉപേക്ഷിച്ചു. എന്തേ കാരണം? 7-ൽ ചൊവ്വയാണ്. മറ്റത് ശുദ്ധജാതകമാവും. ജാതകം നോക്കിയിട്ടല്ലല്ലോ. തുല്യദോഷമില്ലെങ്കിൽ ഇവർക്ക് ഒരുമിച്ചിരിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അതുമല്ല, ആ 7-ലെ ചൊവ്വയ്ക്ക് ശനിയുടെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടെങ്കിൽ പെട്ടെന്ന്
ഭാര്യ മരിക്കും. ദൃഷ്ടേസ്മിൻ ശനിനാ നിരീക്ഷിതയുതോ ഭാര്യ മൃതർവാ ഭവേത്. 7 ചൊവ്വ വന്നാൽ ഭാര്യയും ഭർത്താവിനും വിരഹം, ഒരുമിച്ചിരിക്കാൻ യോഗം ഉണ്ടാവില്ല. പെട്ടെന്ന് ഭാര്യ മരിക്കുന്ന ചെയ്യും. എപ്പോ? ഈ 7 ചൊവ്വയ്ക്ക് ശനിയുടെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടെങ്കിൽ. ശ്രീരാമന്റെ ജാതകത്തിലെ 7 ചൊവ്വയ്ക്ക് ശനിയുടെ ദൃഷ്ടിയോ യോഗമോ ഇല്ലാത്തത് കൊണ്ട് സീതാദേവി പെട്ടെന്ന് മരിച്ചില്ല എന്ന് മാത്രം. അവതാര സ്വരൂപിയായ ശ്രീരാമചന്ദ്രന് പോലും ഗ്രഹനില ബാധകമാണെങ്കിൽ നമുക്ക് ബാധകല്ലാണ്ടിരിക്കുമോ? ഇത് ശാസ്ത്രമാണ്. ജ്യോതിഷത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോ ലേശം പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അബദ്ധം പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. വയറ്റപ്പഴപ്പിന് വേണ്ടിയിട്ട് ജ്യോതിഷം നോക്കുന്നവര്. അവര് പറഞ്ഞത് അബദ്ധം അയച്ചിട്ട് ജ്യോതിഷം എങ്ങനെ തെറ്റുക? 4 3 7, ഒരു കുട്ടി 6 എന്ന് പറഞ്ഞ മാത്തമെറ്റിക്സ് മുഴുവൻ അബദ്ധം എന്ന് പറയാൻ പറ്റുമോ? ഇവന് 4 3 7 എന്ന് പറയാൻ അറിയാത്തത് ആരുടെ കുറ്റം? ജ്യോതിഷം ശാസ്ത്രമാണ്. അത് നിഷേധിക്കുന്നവൻ പോലും ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ ആരും കാണാണ്ട് രാത്രി പണിക്കരെ കാണാൻ പോകും. അങ്ങനെയല്ലേ അനുഭവം നമുക്ക്? അപ്പൊ അതുകൊണ്ട് സീതാദേവി ഒരുപാട് ദുഃഖം അനുഭവിച്ചു. പക്ഷേ അതിനെ അതിജീവിച്ചു. എന്താ കാരണം? ആ ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഇതുപോലെ കൗസല്യ മാതാവും ശ്രീരാമൻ കാട്ടിലേക്ക് പോയപ്പോൾ അമ്മയ്ക്ക് താങ്ങാനായില്ല. അമ്മ പൊട്ടിക്കരഞ്ഞു. അതാണ് ഗംഗ കടക്കുമ്പോ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ മാസ്മ സേമന്തിനീ കാചത് ജനയേത് പുത്രമേദൃശം. എന്നെപ്പോലൊരു മകനെ ഒരമ്മയും പ്രസവിക്കരുതേ ലക്ഷ്മണ. കാരണം ഞാൻ ജനിച്ചതിന് ശേഷം ദുഃഖത്തിന്റെ മീത ദുഃഖമല്ലാതെ അമ്മയ്ക്ക് എന്താ ഉണ്ടായിട്ടുള്ളത്? ശ്രീരാമനായി പറയുന്നത്. ശ്രീരാമനെ പോലെ ഒരു പുത്രനെ കിട്ടിയിട്ട് അമ്മയ്ക്ക് ദുഃഖമാണെങ്കിൽ നമ്മളെപ്പോലെയുള്ള മക്കളെ കിട്ടിയ അമ്മമാരുടെ കഥ എന്താവുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന സാക്ഷാ ജഗദീശ്വരനാണ് ഇവിടെ മനുഷ്യാവതാരം എടുത്തത് ശ്രീരാമനായിട്ട്. ആ ശ്രീരാമചന്ദ്രനും ഗ്രഹനില ബാധകമാണ്. പിന്നെ നമുക്ക് പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ദുഃഖം വന്നാലും പതറരുത്. അതിനെ നേരിടാൻ എന്നെ ഭഗവാന്റെ തിരുനാമങ്ങളെ ആശ്രയിക്കുക. കലികാലത്ത് കലൗതത് ഹരികീർത്തനാത്. ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി. എന്താ ഇതിന്റെ അർത്ഥം? കലിസന്ധരണോപനിഷത്തില് കലിമലങ്ങളെ തരണം ചെയ്യാൻ എന്തുപായം? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ജപിച്ചോളൂ. എങ്ങനെ ഇപ്പൊ ഈ നാമം ജപിച്ചാൽ എന്താവാനാ? നാമം ജപിച്ചാൽ നാമിയെ ഭഗവാനെ ഓർക്കില്ലേ നമ്മള്? കലികാലത്തിൽ നാമം ജപിക്കാൻ സാധിച്ചാൽ മഹാഭാഗ്യമാണ്. കാരണം രാമനാമം ജപിക്കുമ്പോൾ ശ്രീരാമനെ ഓർക്കുമല്ലോ. ഭഗവാനെ ഓർക്കുന്നു എന്ന് വന്നാൽ നമ്മൾ പാപം ചെയ്യില്ല. അതാ അതിന്റെ രഹസ്യം. എപ്പോഴാ മനുഷ്യൻ ആർക്കും തെറ്റ് ചെയ്യണമെന്ന് മോഹമില്ല, എല്ലാവരും തെറ്റ് ചെയ്യുന്നുണ്ട്. ആരാ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നത്? കാമയേഷ ക്രോധയേഷ. നമ്മുടെ ഉള്ളിലുള്ള കാമവും ക്രോധവും നമ്മെ കൊണ്ട് പാപകർമ്മം ചെയ്യിക്കുന്നു. ആ പാപവാസന പോലും നശിക്കും ഭഗവാനെ സ്മരിക്കുമ്പോൾ. എപ്പോഴാ പാപം ചെയ്യാന്നറിയോ? യന്മുഹൂർത്തം ക്ഷണമപി വാസുദേവോന ചിന്ത്യത്തെ. ഏതൊരു നിമിഷമാണോ ഭഗവാനെ നമ്മൾ ചിന്തിക്കാത്തത്, അതായത് മറക്കുന്നത്, സാഹാനി തന്മഹച്ഛിദ്രം സാ ഭ്രാന്തി സാച വിക്രി, അപ്പോഴാണ് തെറ്റ് ചെയ്യാൻ പുറപ്പെടുന്നത്. ഈശ്വരനെ ഒരു നിമിഷം മറന്ന് രാജസൂയം നടത്താൻ സാധിച്ച ധർമ്മപുത്രർ എന്തിനു വേണ്ടി രാജസൂയം നടത്തി? ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഏതൊരു ദുർബലനും എന്തും സാധിക്കുന്ന ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ. അതേ ധർമ്മപുത്രരിലൂടെ ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഒരു നിമിഷം ഭഗവാനെ മറന്നാൽ എന്ത് സംഭവിക്കും? അത് ലോകം കാണണ്ടേ? ദുര്യോധന മഹാരാജാവ് ക്ഷണിച്ചപ്പോ സ്വർണ്ണനിർമ്മിതമായ രഥത്തിൽ വെൺകൊറ്റക്കുട പിടിച്ച് വെഞ്ചാമരം വീശിപ്പിച്ചു കൊണ്ടുവന്ന ധർമ്മപുത്രർ ഇവിടെ വന്ന് ചൂത് കളിച്ച് എല്ലാം നഷ്ടപ്പെട്ട്, രാജ്യവും എല്ലാം നഷ്ടപ്പെട്ട് വനവാസത്തിന് പോകേണ്ടി വന്നു. എന്തേ കാരണം? ഒരു നിമിഷം ഭഗവാനെ മറന്നു. കുറച്ചു ദിവസം മുമ്പ് രാജസൂയം നടത്തി ശ്രീകൃഷ്ണ ഭഗവാന്റെ അഗ്രപൂജ ചെയ്ത ആളാണ്. ഇവിടെ വന്ന് ചൂത് കളിക്കാൻ പാടില്ല. ചൂത് കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ദുര്യോധന പകരം ശകുനിയാണ് അത്ര കളിക്കുന്നത്. ശകുനി കള്ളച്ചൂതുകളിയിൽ അഗ്രഗണ്യനാണെന്ന് ലോകപ്രസിദ്ധമാണ്. പറഞ്ഞാൽ മതി, വിരോധമില്ല. എനിക്ക് പകരം കളിക്കാൻ വേറൊരാളുണ്ട്. അർജുന, കൃഷ്ണനോടൊന്ന് വരാൻ പറയും. ആ കൃഷ്ണനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ശകുനിക്ക് എന്തെങ്കിലും കള്ളത്തരം ചെയ്യാൻ പറ്റൂ. ദ്യൂതം ജലയതാമസ്മി. ചൂതുകളിയിൽ സകല വഞ്ചനയും ഞാനാണെന്ന് കൃഷ്ണൻ ഗീതയിൽ പറയുന്നു. കൃഷ്ണന്റെ മുമ്പിൽ ശകുനിക്ക് എന്ത് കള്ളത്തര ചെയ്യാൻ സാധിക്കുക? പക്ഷേ ഒരു നിമിഷം കൃഷ്ണനെ മറന്നു. രാജ്യം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. നിറഞ്ഞ രാജസഹസിൽ വെച്ചിട്ട് ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം കാണേണ്ടി വന്നു. കാട്ടിലേക്ക് പോകേണ്ടി വന്നു. ഒരു നിമിഷം ഭഗവാനെ മറക്കുമ്പോൾ. അതുകൊണ്ട് മറക്കരുത്, ഒരു നിമിഷം ഭഗവാനെ മറക്കരുത്. നിരന്തരം ഈശ്വര സ്മരണ. അതാണ് സ്മരവാരം ചേത സ്മരനന്ദകുമാരോ ചേത സ്മരവാരോ
വാരം സ്മര വാരം വാരം, വീണ്ടും വീണ്ടും നന്ദകുമാരം ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ സദാ സ്മരിക്കണം. വാരം വാരം പറഞ്ഞാൽ വീണ്ടും വീണ്ടും, അതായത് നിരന്തരം. അല്ലാതെ വാരത്തൊക്കെ ഒരു തവണ, ആഴ്ചയിൽ ഒരു തവണ കൃഷ്ണനെ വിചാരിക്കണം എന്നല്ല, ഒരു ആഴ്ചയിൽ ഒരു തവണ എന്നും പോരാ, എല്ലാ സമയത്തും ഈശ്വര സ്മരണ ഉണ്ടാവും. മാത്രമല്ല ആ ഭഗവാന്റെ നാമത്തിന് എത്രയ നാമജപത്തിന്റെ മഹാത്മ്യം. രാമനാമം താരക മന്ത്രമാണ്. ഇന്നും കാശിയിൽ മരിക്കുന്ന ആളുകൾക്ക് വലത്തെ ചെവിയിലെ കാശി വിശ്വനാഥൻ താരകമന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു എന്നും അതുകൊണ്ട് അവിടെ വെച്ച് മരിച്ചാൽ മോക്ഷമാണെന്ന് ഇന്നും വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും 14 വർഷം മുമ്പാണ് പോയപ്പോൾ ആളുകൾ തുള്ളിക്കളിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്തോ ഫുട്ബോൾ കളിയിലോ ക്രിക്കറ്റ് കളിയിലോ ജയിച്ചു വരാ വിചാരിച്ചു ടവലൊക്കെ മേലോട്ട് എറിഞ്ഞ് തുള്ള നോക്കുമ്പോൾ 15 വയസ്സായ ഒരു കുട്ടി മരിച്ച് ഡെഡ് ബോഡി കൊണ്ടുപോവാ. അവിടെ വെച്ച് മരിച്ചാൽ മോക്ഷമാണ്. കാരണം ഈ താരകമന്ത്രം കാശി വിശ്വനാഥൻ ഈ ആളുടെ ചെവിയിൽ ഉപദേശിച്ചു കൊടുക്കുന്നു. എന്താ ഈ താരകമന്ത്രം? രാമനാമ മന്ത്രം. ആ രാമനാമത്തിന്റെ ശക്തി എത്രയാണ്! താരകമന്ത്രം, ഉത്താരകം താരകം. രാമനാമം ഉണ്ടായത് ഓം നമോ നാരായണായ എന്ന മഹാമന്ത്രത്തിലെ ബീജാക്ഷരമാകുന്ന രാ എന്നെടുത്തു. ഓം നമശിവായ എന്ന മഹാമന്ത്രത്തിലെ ബീജാക്ഷരമാകുന്ന മാ എന്ന അക്ഷരമെടുത്തു. അത് യോജിപ്പിച്ചതാണ് രാമനാമം. അപ്പൊ ഒരു തവണ രാമനാമം ജപിച്ചാൽ ഓം നമോ നാരായണായ എന്നും നമശിവായ എന്നും 2 മഹാമന്ത്രങ്ങൾ ജപിച്ച പുണ്യമുണ്ട് എന്നുള്ളത് അത്ഭുത സിദ്ധിയാണ്. അതൊന്നും വാക്കിൽ ഒതുങ്ങില്ല. ഇതറിഞ്ഞുകൊണ്ട് ത്യാഗരാജസ്വാമികളൊക്കെ രാമനാമം ജപിച്ചത് കോടിക്കണക്കിന് സിദ്ധി വരുത്തി. മാത്രമല്ല ഓരോരുത്തരും രാമനാമത്തിന്റെ മഹത്വത്തെ കുറിച്ച് കീർത്തിച്ചിരിക്കുകയാണ്. രാമമന്ത്രവ ജപിസോ ഹേ മനുജ, രാമമന്ത്രവ ജപിസോ. അല്ലേ മനുഷ്യ, ആ രാമമന്ത്രത്തെ നീ ജപിക്ക്. ഇത് വളരെ കാലം മുമ്പ് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറെ കാലം കേട്ട ത്യാഗരാജസ്വാമികൾ വന്നു. ത്യാഗരാജസ്വാമികളും ഇതുപോലെ രാമനാമത്തിന്റെ മഹത്വം ഒരു കീർത്തനം, എത്ര കീർത്തനങ്ങള്. രാമനാമമു ജന്മരക്ഷക മന്ത്രോ താപസമൂസേയക ഭജിമ്പവേ മനസ. രാമനാമമൂ. അഠാണയിൽ ഒരു കീർത്തനുണ്ട് ത്യാഗരാജസ്വാമികളുടെ. രാമനാമത്തെ അല്ലേ മനസ്സെ ഒരു നിമിഷവും വൈകാതെ നീ ആശ്രയിക്കുക, ജപിക്കുക. കാരണം അത് അത്ഭുത മന്ത്രമാണ്. സോമസൂര്യ നേത്രുടേന രാമചന്ദ്രൂനിക്ക് ശരിയവരേ രാമനാമമൂ. സോമസൂര്യ നേത്രുടൈന, ചന്ദ്രസൂര്യന്മാരാകുന്ന നേത്രകമലങ്ങളോടുകൂടിയ ശ്രീരാമചന്ദ്രന് തുല്യമായിട്ട് വേറെ ആരെയാണ് ഇനി ഭജിക്കേണ്ടത്? മഹാവിഷ്ണുവിന്റെ 2 കണ്ണുകളാണത്രേ ചന്ദ്രസൂര്യന്മാര്. ആ മഹാവിഷ്ണു അല്ലേ ശ്രീരാമനായിട്ട് അവതരിച്ചത്. അതുകൊണ്ട് ആ ശ്രീരാമനെ അല്ലാതെ ആരെ ഭജിക്കണം? ആ രാമനാമത്തെ നീ ആശ്രയിക്കുക. ജന്മരക്ഷക മന്ത്രമു, ഇനി ജനിക്കേണ്ടി വരില്ല, മോക്ഷത്തിലേക്ക് നയിക്കുന്ന മന്ത്രമാണ്. കാമകോടി രൂപ രാമചന്ദ്ര കാമിത ഫലദ രാമചന്ദ്ര ജ്ഞാനസ്വരൂപ രാമചന്ദ്ര രാമ ജ്ഞാനസ്വരൂപ രാമചന്ദ്ര ത്യാഗരാജാർച്ചിത രാമചന്ദ്ര രാമനാമമൂ. കാമകോടി രൂപ രാമചന്ദ്ര, കോടി കോടി കാമദേവന്മാരുടെ സൗന്ദര്യ അതിശയത്തോടു കൂടിയ അല്ലയോ ശ്രീരാമചന്ദ്ര. കാമിത ഫലത, എന്താഗ്രഹിച്ചുകൊണ്ട് ഭജിച്ചാലും ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കുന്ന അല്ലയോ ശ്രീരാമചന്ദ്ര. ജ്ഞാനസ്വരൂപ സച്ചിദാനന്ദ സ്വരൂപിയായ അല്ലയോ ശ്രീരാമചന്ദ്ര. ത്യാഗരാജനാൽ ആരാധിക്കപ്പെട്ട അല്ലയോ ശ്രീരാമചന്ദ്ര. അങ്ങനെയല്ലാതെ ഞാൻ മറ്റാരെ ആശ്രയിക്കണം? ആ രാമനാമത്തെ ജപിക്കൂ. ത്യാഗരാജസ്വാമികള് ആവർത്തിച്ച് പറയാൻ കാരണം ആ രാമനാമം താരകമന്ത്രമാണ് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് ശ്രീരാമന്റെ മഹാത്മ്യം പറഞ്ഞാൽ അവസാനിക്കില്ല. നമ്മുടെ സമയം പരിമിതമായി, തുടങ്ങാൻ കുറച്ച് വഴുകി. അപ്പോഴേ ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട, മാഷന്മാര് സ്കൂളിൽ ചെല്ലാൻ വഴുകിയാലും നേരത്തെ പോരും, അത് ഞങ്ങൾക്ക് വളരെ ചിട്ടയാണ്. അതുകൊണ്ട് ഞാൻ സമയം അപഹരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എന്തോ ചില പൊട്ടും പൊടിയും പറഞ്ഞു. രാമന്റെ മഹത്വം പറഞ്ഞാൽ തീരോ? ആ ശ്രീരാമചന്ദ്രൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. രാമനാമം ജപിക്കാൻ, അത് നിരന്തരം ജപിക്കാൻ നമുക്ക്
ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഉപസംഹരിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.